بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي يراك حين تقوم وتقلبك في الساجدين إنه هو السميع العليم. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني، فكن أماني من شر الحياة ومن شر الممات ومن إهراق جثماني. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ബഹുമാനമുള്ള ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതാരംഭത്തിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളാണ് ഇന്നലെ നാം പറഞ്ഞു വെച്ചത്. 2 വയസ്സ് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ വക്കൽ പൂർത്തിയായപ്പോൾ സാധാരണഗതിയിലുള്ള മുലയൂട്ടൽ പ്രായം കഴിഞ്ഞ് പതിവ് പോലെ സഹോദരിമാർ അവരുടെ കുടുംബങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ തിരിച്ചേൽപ്പിക്കുന്ന സമയം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേർപിരിയാനുള്ള വിഷമവും അവിടുത്തെ ബറക്കത്ത് കൂടുതൽ ആഗ്രഹിക്കുന്നതും കൊണ്ട് ഏതായാലും കാലാവധി കഴിഞ്ഞ സ്ഥിതിക്ക് സമയമായ നിലക്ക് തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിച്ച് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയും ഭർത്താവും മക്കയിലെത്തി. ആമിന ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, കുറച്ചുകൂടി കാലം ഞങ്ങളുടെ പക്കൽ താമസിക്കാൻ ഈ കുഞ്ഞിനെ വിട്ടുതരണം. അവർ വരുന്നതിന് മുമ്പ്
അബ്ദുൽ മുത്തലിബ് ആമിന ബീവി റളിയല്ലാഹു അൻഹയോട് വന്ന് ചെറിയ ഒരു ആലോചന നടത്തിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞിനെ അവരിപ്പോൾ തിരിച്ചു കൊണ്ടുവരും, പക്ഷേ കൊണ്ടുവന്നാൽ താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടായിട്ടല്ല, മക്കയുടെ ചില ഭാഗങ്ങളിലൊക്കെ വബാ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുക. കുറച്ചുകൂടി കാലം അവരോടൊപ്പം തന്നെ താമസിപ്പിക്കാൻ ഒന്ന് ആലോചിച്ചാലോ എന്ന് ചർച്ച ചെയ്ത് അവിടുന്ന് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ വന്ന് ആവശ്യപ്പെട്ടു, കുറച്ചുകൂടി കാലം ഞങ്ങളുടെ പക്കൽ തന്നെ താമസിക്കട്ടെ. സാധാരണക്ക് വിപരീതമാണിത്. മറ്റൊന്നും ഉണ്ടായിട്ടല്ല, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്. ചരിത്രകാരന്മാർ മുഴുവനും അങ്ങനെയാണ്, ലിമാ നറാ മിൻ ബറക്കത്തിഹി, എഴുതിയ കാരണം അങ്ങനെയാണ്. ഞങ്ങൾ അവിടുത്തെ ബറക്കത്ത് കണ്ടതിന് വേണ്ടിയാണ് വീണ്ടും ആവശ്യപ്പെടുന്നത്. അപ്പൊ ആ ബറക്കത്ത് ഉദ്ദേശിച്ച് വീട്ടിൽ കുറച്ചുകൂടി കാലം താമസിച്ചാൽ ആ വീട്ടുകാർക്കും കുടുംബക്കാർക്കും അവിടെ വരുന്നവർക്കെല്ലാം ധാരാളം ബറക്കത്ത് ലഭിക്കും. അങ്ങനെ സ്വാലിഹീങ്ങൾ വീട്ടിലേക്ക് വരുന്നത് ബറക്കത്തിന് വലിയൊരു കാരണമാണ്. പ്രത്യേകിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീട്ടിലേക്ക് വരികയാണെങ്കിൽ ചെറിയ കാലത്തും വലിയ കാലത്തൊക്കെ എല്ലാവരും സ്വീകരിക്കും. മക്കയിലും മദീനയിലും ഏത് നാടുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടുകാർക്ക് വലിയ ആവേശമാണ്, സന്തോഷമാണ്. തങ്ങൾ അവിടെ വന്നൊന്നിരിക്കുക, കുറച്ചു നേരം ആ വീട്ടിലൊന്നിരുന്നാൽ ആ ഇരുന്ന സ്ഥലവും നിസ്കരിച്ച സ്ഥലവും പ്രത്യേകം അടയാളപ്പെടുത്തുന്ന ഒരു സ്വഭാവം സ്വഹാബത്തിനുണ്ടായിരുന്നു. ഇത്ബാൻ ബിൻ മാലിക് റളിയല്ലാഹുവിന്റെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് നിസ്കരിച്ച സ്ഥലത്തായിരുന്നു പിന്നീട് മഹാനവറുകൾ ശിഷ്ടകാലം മുഴുവനും നിസ്കരിച്ചിരുന്നത്. ഫർള് നിസ്കാരമല്ല, ഒരു സുന്നത്ത് നിസ്കാരം. കണ്ണിന് കാഴ്ച കുറഞ്ഞപ്പോൾ രാത്രിയൊക്കെ ജമാഅത്തിന് ഇമാമത്ത് നിൽക്കാൻ പോകാൻ വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലൊരു സ്ഥലത്ത് വന്ന് തങ്ങൾ നിസ്കരിച്ചു കൊടുത്തു. ആ സ്ഥലത്തായിരുന്നു പിന്നീട് മഹാനവറുകൾ നിസ്കരിച്ചിരുന്നതൊക്കെ. അപ്പോൾ തങ്ങൾ അങ്ങനെ വന്ന് വീട്ടിൽ താമസിക്കുന്നതും കിടന്നുറങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതും ദുആ നടത്തുന്നതും ഒക്കെ ബറക്കത്തായി കണ്ടിരുന്നു. സ്വഹാബിമാരിൽപ്പെട്ട ധാരാളം സ്വഹാബിമാർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്ന് സലാം പറയുമ്പോൾ, ഒരു സലാം പറഞ്ഞാൽ അത് ഉറക്കെ മടക്കിയാൽ പിന്നെ അടുത്ത സലാം കിട്ടൂല. അതുകൊണ്ട് സാധാരണ സമ്മതം ചോദിക്കുന്നതിന്റെ ഭാഗമായി 3 സലാം പറയും. ഈ 3 സലാമും പതുക്കെ മടക്കി ഈ വീട്ടിൽ ആരും ഇല്ലാന്ന് കരുതുന്നു എന്ന് കരുതി മടങ്ങിപ്പോകുമ്പോ കതക് തുറന്ന്, നബിയെ വീട്ടിൽ ആളുണ്ട്, സലാമും മടക്കിയിട്ടുണ്ട്, തങ്ങളുടെ സലാമിന്റെ ബറക്കത്ത് ഏറെ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് പതുക്കെ മടക്കിയതാണ്. അങ്ങനെ പറഞ്ഞ സ്വഹാബിമാരുണ്ട്. അപ്പൊ ഇവരൊക്കെ ഉദ്ദേശിച്ചത് അവിടുത്തെ ബറക്കത്താണ്. നമ്മൾ അവിടുത്തെ പറ്റിയാണല്ലോ പറയുന്നത്. നമ്മുടെ ഈ മജ്ലിസും ബറക്കത്തുള്ള മജ്ലിസായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ സമ്മതിച്ചു. 2 കാരണങ്ങൾ ഒരുമിച്ചാ വന്നത്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, കുട്ടിയെ കൊണ്ടുപോയിക്കോളൂ, വേഗം കൊണ്ടുപോകണം. ഫൈന്നി അഖാഫു അലൈഹി വബാഅ മക്ക, മക്കയിലെ വബാ ഈ കുട്ടിക്ക് പിടിപെടുമോ എന്ന് പേടിക്കുന്നുണ്ട്, അതുകൊണ്ട് വേഗം കൊണ്ടുപോകണം. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോ വല്ലാത്ത സന്തോഷത്തിലാണ്. തിരിച്ചെത്തി വീണ്ടും ആ വീട്ടിൽ താമസിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തിറങ്ങി പോകുമ്പോഴും കളിക്കുന്ന കൂട്ടുകാരെ കാണും, പക്ഷേ അവരോടൊപ്പം കളിക്കാൻ നിൽക്കാറില്ല. ഇനി എന്തെങ്കിലും ഒരു കളിയിൽ ഏർപ്പെടുകയാണെങ്കിൽ അതൊരു കാര്യത്തിലുള്ള കളിയായിരിക്കും, ഒരു അമ്പെയ്ത്ത് പരിശീലനമൊക്കെ പോലെ. ഒരു വെറുതെയുള്ള കളിയിലൊന്നും തങ്ങൾ ഏർപ്പെടാറില്ല. കൂട്ടുകാർ കളിക്കുന്നത് കാണുമ്പോഴും അവരോടൊപ്പം കൂടി കളിക്കുകയോ അവർക്കിടയിൽ പോയി ഉന്തും തള്ളുണ്ടാക്കുകയോ ഒന്നും ചെയ്യാറില്ല.
ആ വീട്ടിലെങ്ങനെ താമസിക്കും. സന്ദർശകർ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലുണ്ടാകുന്നത് കൊണ്ട് വീട്ടുകാർക്ക്, പരിസരവാസികൾക്കൊക്കെ വലിയ സമാധാനവും സന്തോഷവും അതിലേറെ നല്ല സുഗന്ധം എപ്പോഴും വാസരിക്കാനുള്ള സന്തോഷമൊക്കെ ഉണ്ടാകും. അങ്ങനെ അവിടെ ഇങ്ങനെ താമസിക്കുമ്പോ ഒരിക്കൽ തങ്ങൾ ചോദിച്ചു, ഉമ്മ, എന്റെ സഹോദരന്മാരും സഹോദരിമാരൊക്കെ എവിടെ? അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹോദരങ്ങൾ സഹോദരിമാരെന്ന് ഉദ്ദേശിച്ചത് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ മക്കളെയാണ്. തങ്ങളോടൊപ്പം മുല കുടിച്ചിരുന്ന കുട്ടി അബ്ദുല്ലാഹി ബിനുൽ ഹാരിസ്, അതുപോലെ തന്നെ ഉനൈസത്തു ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹ, ഹുദാഫത്തു ബിൻതുൽ ഹാരിസ്. ഈ ഹുദാഫ എന്ന സഹോദരിക്കാണ് ഷൈമാ ബീവി എന്ന പേരുള്ളത്. ഉമ്മയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചരിച്ചിരുന്ന ഒരു മഹദിയാണ് ഷൈമാ ബീവി റളിയല്ലാഹു അൻഹ. ഷൈമാ ബീവി റളിയല്ലാഹു അൻഹയുടെ താരാട്ടുപാട്ട് പോലും ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരു താരാട്ടുപാട്ട്, നമുക്കൊക്കെ എന്താ താരാട്ടുപാടി ഓർമ്മ ഉണ്ടോ? അത്രയും ക്ലിയർ ആണ് ഈ ചരിത്രം. ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ സവിധത്തിലുള്ള ആ ഒരു സന്ദർഭം മാത്രമല്ല, അവിടുത്തെ ജീവിതത്തിലെ എല്ലാ മേഖലകളും വളരെ കൃത്യമായി മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് വരാം. ഈ സഹോദരന്മാരൊക്കെ എവിടെ? സഹോദരിമാരൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ ഉമ്മ പറഞ്ഞു, അവരെല്ലാം ആടിനെ മേയ്ക്കാൻ പോയിട്ടുണ്ട്, ഇനി കുറച്ചു നേരം വൈകിട്ടേ വരുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നെയും അവരോടൊപ്പം അയക്കണം, എനിക്കൊന്ന് സന്തോഷത്തോടെ അവരെ കൂടെ ഇങ്ങനെ ആടിനെ മേയ്ക്കാലോ. പക്ഷെ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ ബാക്കി മക്കളെ ഒക്കെ അയച്ചെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട്, അതീവ താല്പര്യം കൊണ്ട് തങ്ങളെ അവിടെ തന്നെ വീട്ടിൽ തന്നെ നിർത്തിയതാണ്. ബാക്കി എല്ലാ മക്കളും പോയിട്ടുണ്ട്. ഇങ്ങനെ സമ്മതം ചോദിച്ചപ്പോൾ എന്നാ പിന്നെ നാളെ പോകാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എല്ലാവരെയും കൂടെ അയക്കുന്ന സമയത്ത് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ ആ കുട്ടിയെ വളരെ സന്തോഷപൂർവ്വം പറഞ്ഞേക്കുകയാണ്, എന്നാ നിങ്ങൾ പോയിക്കോളൂ, അവരോടൊപ്പം ആടിനെ മേയ്ച്ച് നല്ല സന്തോഷത്തോടെ നിങ്ങൾ തിരിച്ചു വരണം. അങ്ങനെ ആടിനെ മേയ്ക്കാൻ വേണ്ടി പോകും, തിരിച്ചു വരും. ഒരു ദിവസം അങ്ങനെ പറഞ്ഞേച്ച സന്ദർഭത്തിൽ ഏകദേശം ഒരു ദുഹാ സമയം കഴിഞ്ഞ ഉടനെ അതാ ഓടി വരുന്നു നേരത്തെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മുല കുടിച്ചിരുന്ന സഹോദരനായ ലംറത്ത് ഓടി വരുന്നു. ആ കുട്ടിയുടെ ശരീരം മുഴുക്കയും വിയർത്തിട്ടുണ്ട്. കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്, ഉപ്പാ ഉമ്മാ എന്നാവർത്തിച്ച് വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, നിങ്ങൾ വേഗം പോകണം. ഇൽഹഖാ അഖീ മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ സഹോദരന്റെ അടുത്തേക്ക് നിങ്ങൾ വേഗം പോകണം. ഫമാ തൽഹഖാഹു ഇല്ലാ മയ്യിതൻ, എന്റെ സഹോദരനെ മരിച്ച രൂപത്തിലല്ലാതെ നിങ്ങൾക്ക് കാണാൻ കഴിയൂല, വേഗം പോകണം. ഹലീമ റളിയല്ലാഹു അൻഹ പറയാണ്, ചോദിച്ചു കുട്ടിയോട് എന്താണ് സംഭവം? അപ്പോൾ ലംറത്ത് എന്ന കുട്ടി പറഞ്ഞു, ഞങ്ങളവിടെ അമ്പെയ്ത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശരിയായി കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിൽ അടയാളം ഇട്ട് കൊടുക്കും. ആ അടയാളം നോക്കിയിട്ട് ശരിക്ക് കൃത്യമായി ഉന്നം വെച്ച് അമ്പെയ്യാൻ പറയും. അങ്ങനെ അവരെ അമ്പ് ചെയ്ത് ആ ഒരു പരിശീലനം നേടി കളിക്കുന്നൊരു കളിയാണ്. അതാണ് കളി. സത്യത്തിൽ അത് കാര്യത്തിലുള്ളതാണ്, വെറുതെ അല്ല. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാള് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നടുവിൽ നിന്ന് പൊക്കിയെടുത്തു കൊണ്ടുപോയി മലയുടെ ഉച്ചസ്ഥായിയിൽ കയറ്റിക്കൊണ്ടുപോയി. ഞങ്ങളെല്ലാം നോക്കി നിൽക്കെ അവിടുത്തെ സ്വദറിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് തായ്ഭാഗത്തേക്ക് ഇങ്ങനെ കീറി. വേറെ എന്തൊക്കെ ചെയ്തു എന്ന് ഞങ്ങൾക്കറിയില്ല. ആ ഒരു രംഗം കണ്ടപ്പോഴേക്ക് ഞാൻ പേടിച്ചു ഓടി വന്നു. ഞങ്ങൾ ഇത്രയാണ് കണ്ടത്. എന്നിട്ട് കുട്ടി പറഞ്ഞു, നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് എന്റെ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ടാകും. കാരണം ഇങ്ങനെ കീറുന്ന സന്ദർഭം കണ്ടതുകൊണ്ടാണ് കുട്ടി എങ്ങനെ പറഞ്ഞത്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാനും ഭർത്താവും ഞങ്ങൾ ഓടി അങ്ങോട്ടെത്തി.
മലയുടെ മുകളിലേക്ക് ഞങ്ങൾ ഓടിയെത്തി. മലമുകളിൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. രണ്ട് കണ്ണും മേലോട്ടിങ്ങനെ ഉയർത്തിയിട്ട് തങ്ങൾ ഇരിക്കുകയാണ്. നല്ലോണം തങ്ങൾ ചിരിക്കുന്നുണ്ട്, പുഞ്ചിരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ആ കുട്ടി എങ്ങനെ വാരി പുണർന്നു. ചുംബനം നടത്തിയിട്ട് ചോദിച്ചു, മോനെ മല്ലദീദഹാക്, എന്തു സംഭവിച്ചു? ഓപ്പറേഷൻ ഒന്നും ഇത് പറഞ്ഞൂടാ. ഇങ്ങനെ നെഞ്ചിന്റെ ആ ഭാഗത്ത് ഇങ്ങനെ കീറി, വേദന ഒന്നുമില്ല. എന്നിട്ട് കൂട്ടത്തിൽ മൂന്നിൽ ഒരാള് എന്റെ ഉൾഭാഗത്തേക്ക് കൈ പ്രവേശിപ്പിച്ചു. എന്റെ വയറിന്റെ ഉൾഭാഗത്ത് നിന്ന് കുടലിന്റെ ഭാഗം പുറത്തേക്കെടുത്തു. എന്നിട്ട് ആ പാത്രത്തിലുള്ള മഞ്ഞവെള്ളം കൊണ്ട് അത് കഴുകി, നന്നായി കഴുകിയിട്ട് അങ്ങോട്ട് തന്നെ മടക്കി വെച്ചു. അപ്പോൾ ഒന്നാമനായ ഒരാള് രണ്ടാമത്തെ ആളോട് പറഞ്ഞു, നിങ്ങളൊന്ന് മാറി നിൽക്കണം, നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ നിർവഹിച്ചല്ലോ. എന്നിട്ട് രണ്ടാമത്തെ ആൾ എന്റെ അടുത്തേക്ക് വന്നു. മൂന്ന് മലക്കുകളാണ്. രണ്ടാമത്തെ ആൾ എന്റെ അടുത്തേക്ക് വന്നു. എന്റെ അടുത്തേക്ക് വന്നിട്ട് രണ്ടാമത്തെ ആൾ എന്റെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ കൈയിട്ടു. എന്നിട്ട് എന്റെ കൽബ് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വാരിയെടുത്തു. അതിൽ നിന്നൊരു കറുത്ത നുക്ത, ഒരു കറുത്ത പുള്ളി, അതേ രക്തം പുരണ്ട ഒരു കറുത്ത പുള്ളി എടുത്തു. അതങ്ങ് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഹാദാ ഹദ്ദു ശൈത്വാനി മിൻക യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ, ഇത് പിശാചിന്റെ ഒരു വിഹിതമാണ്, പിശാചിന്റെ ഒരു ഹല്ലാണ്. അത് തങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. എന്നിട്ട് പിന്നെ കൂടെ കൊണ്ടുവന്ന ഒരു വസ്തു, ആ വസ്തു കൂടെ ചേർത്തിയിട്ട് അതങ്ങോട്ട് തിരിച്ചു വെച്ചു. സുമ്മ ഖതമഹു ബിഖാതമിൻ മിൻ നൂർ, പിന്നെ അവിടെ നൂറിന്റെ മുദ്ര, ഒരു പ്രകാശത്തിന്റെ മുദ്ര പതിപ്പിച്ചു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, നെഞ്ചിന്റെ ഉൾഭാഗത്ത് അങ്ങനെ ഒരു സീല് പതിപ്പിച്ചപ്പോൾ ഇപ്പോഴും അജിദു ബർദൽ ഖാതമി ഫീ ഉറൂഖി വ മഫാസിലി, എന്റെ കണുപ്പുകളിലും ഞരമ്പുകളിലൊക്കെ അതിന്റെ നല്ല തണുപ്പ് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഒരു ഖാത്തമൂന്ന് പറയുന്നു, എന്താണെന്ന് നമുക്കൊന്നും പിടുത്തം കിട്ടൂല. മലക്കുകൾ അന്ന് നിർവഹിച്ചൊരു കൃത്യമാണിത്. പിന്നെ അതുകൊണ്ട് സുഖാണ് കിട്ടിയത്, വേദനയും വിഷമമൊന്നുമല്ല. ഇപ്പോഴും ഹലീമ റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ അതിന്റെ തണുപ്പ് ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട്, കണുപ്പുകളിലും എല്ലാ ഞരമ്പുകളിലും അനുഭവിക്കുന്നുണ്ട്. മൂന്നാമത്തെ ആള് വന്നിട്ട് പറഞ്ഞു, രണ്ടാളോടും മാറി നിൽക്കൂ, നിങ്ങളോട് അല്ലാഹു തആല കൽപ്പിച്ചത് നിങ്ങൾ രണ്ടുപേരും നിർവഹിച്ചു. മൂന്നാമത്തെ മലക്കന്റെ അടുത്തേക്ക് വന്ന് എന്റെ നെഞ്ചിന്റെ മുകൾ ഭാഗം മുതൽ തായ്ഭാഗം വരെ ഒന്നിങ്ങനെ തടവി തന്നു, കൈയിങ്ങനെ നടത്തി വെച്ചു. അപ്പോഴേക്ക് സംഗതിയെല്ലാം കഴിഞ്ഞു. മലക്ക് പറഞ്ഞു, സിനൂഹു ബിഅശറത്തിൻ മിൻ ഉമ്മത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് തൂക്കാൻ, ഉമ്മത്തിലുള്ള 10 ആളെ വെച്ചൊന്ന് തൂക്കാൻ. ഈ ഉമ്മത്തിലെ അള്ളാഹുവിലേക്ക് അടുത്ത 10 മഹാന്മാരെ വെച്ച് തങ്ങളെ ഒന്ന് തൂക്കാൻ. തൂക്കിയപ്പോ മുൻതൂക്കം തങ്ങൾക്ക് തന്നെ. വേറെ ചെറുപ്പത്തിൽ നിന്നാ 100 ആളെ വെച്ച് തൂക്കി നോക്കി, 100 ആളെ വെച്ച് തൂക്കി. ആ തൂക്കുക എന്നൊക്കെ പറഞ്ഞത് ഒരു ആലങ്കാരിക പ്രയോഗമല്ല, യഥാർത്ഥത്തിൽ അവരവിടെ മഹത്വം വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ്. കട്ടിയും കനവും, ശരീരത്തിന്റെ കട്ടിയും കനവും അല്ല തൂക്കുന്നത്. അല്ലാഹു തആല അവർക്കൊക്കെ നൽകിയ സ്ഥാനവും ബഹുമാനവും ഈമാനും അമലും എല്ലാം കൂടിയാ തൂക്കുന്നത്. അപ്പോൾ പിന്നെ ഉമ്മത്തിലെ മുഴുവൻ ആളുകളെ വെച്ച് തൂക്കിയാലും, ഇനി തൂക്കേണ്ടതില്ല, എത്ര ആളെ വെച്ച് തൂക്കിയാലും അവരെക്കാളും മുൻപന്തിയിലായിരിക്കും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാനെ പറ്റി അങ്ങനെ ഒരു പറച്ചിലില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ ഒരു തട്ടിലും ബാക്കിയുള്ളവർ ഈമാനൊക്കെ ഒരു തട്ടിലും വെച്ചാൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ മുൻതൂക്കം നിൽക്കും. ഇത് ലോകത്തുള്ള മൊത്തം മനുഷ്യര്, ഉമ്മത്തിൽപ്പെട്ട ആൾക്കാരെ മൊത്തം സിദ്ദീഖ് റളിയല്ലാഹു ഉൾപ്പെടെ എല്ലാവരെയും വെച്ച് തൂക്കിയാലും മുൻപന്തിയിലെത്തുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇനി ഈമാന്റെ വിഷയത്തിലും ഇഖ്ലാസിന്റെ വിഷയത്തിലും ഒക്കെ നോക്കുകയാണെങ്കിലും മനുഷ്യരിൽ അമ്പിയാക്കൾ ഉൾപ്പെടെ എല്ലാവരിലും ഒന്നാം സ്ഥാനത്തുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ.
അതുകൊണ്ട് ഇനി തൂക്കേണ്ടതില്ല. 3 മലക്കുകളും എന്റെ സമീപത്ത് വന്നു. വഖബ്ബലൂ റഅസീ വമാ ബൈന ഐനയ്യാ, എന്റെ തലയിൽ അവർ ചുംബിച്ചു, എന്റെ കണ്ണുകൾക്കിടയിലും ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ ഹബീബല്ലാഹ് ഇന്നക ലൻ തുറാ. പേടിക്കേണ്ടതില്ല, ഒന്നും പേടിക്കേണ്ടതില്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണാൻ വേണ്ടി ഓടിയെത്തിയപ്പോ ഉംറത്ത് പറഞ്ഞത് നിങ്ങൾ എത്തുമ്പോത്തിന് മരിച്ചിട്ടുണ്ടാവുന്നതാണ്. പക്ഷേ ഹലീമ ബീവിയും ഭർത്താവ് ഓടിയെത്തിയപ്പോ തങ്ങള് നല്ല സന്തോഷത്തിലാണ്. ഒരു ബേജാറുമില്ല, ഒരു വിഷമവുമില്ല, ഒരു വെപ്രാളുമില്ല. ഇതൊക്കെ വളരെ സുന്ദരമായിട്ട് തന്നെ തങ്ങൾ അനുഭവിച്ചത്, കണ്ടത്, മനസ്സിലാക്കിയതൊക്കെ വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ എന്റെ കൈ പിടിച്ചിട്ട് അവരെ എന്നെ ഒന്ന് പതുക്കെ, ഓ നബിയേ, മലക്കുകൾ പറഞ്ഞ കൂട്ടത്തിലൊരു ഭാഷയാണ്, പേടിക്കേണ്ടതില്ല. തങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട നന്മകൾ തങ്ങൾ അറിയുകയാണെങ്കിൽ ലഖറത്ത് ഐനാക, തങ്ങളുടെ കൺകുളിർമയാകും. ഖൈറല്ലാഹു ഉദ്ദേശിച്ചിട്ടാണ് ഈ രൂപത്തിലുള്ള വിഷയങ്ങളൊക്കെ ചെയ്തത്. ലോകത്തെ എത്ര നബിമാര് കഴിഞ്ഞു പോയിട്ടുണ്ട്. സഹോദരന്മാരെ, സഹോദരിമാരെ, അവർക്കാർക്കെങ്കിലും ഈ രൂപത്തിലുള്ള ഒരു പ്രത്യേക അനുഭവം അള്ളാഹു നൽകിയിട്ടുണ്ടോ? അവിടെയാണ് ഈ പറഞ്ഞത്, അള്ളാഹു തങ്ങളെ കൊണ്ട് ഉദ്ദേശിച്ച നന്മകൾ തങ്ങൾ ഈ ടൈമിൽ തന്നെ അറിയുമ്പോ തങ്ങളെ കൺകുളിർമയാകും. ഇനി ഒരുപാട് ഖൈറാത്തുകളാണ് തങ്ങൾക്ക് വരാനുള്ളത്. എന്നിട്ട് അവരെന്നോട് പോകാണെന്ന് പറഞ്ഞവര് പോയി. ഞാൻ ഇങ്ങനെ നോക്കുമ്പോ സുമ്മ ജാലൂ യത്യൂറൂന, അവര് പറക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ആകാശലോകത്തേക്ക് അവര് മറഞ്ഞു. ഞാൻ അവരെ നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലൗ ശീതു ലാ റൈതുകി മൗദിയ ദുഖൂലിഹിമാ, വേണമെങ്കിൽ അവർ ആകാശത്തേക്ക് പോയ സ്ഥലം വേണമെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. വളരെ കൃത്യമായി ഞാനതൊക്കെ കണ്ടിട്ടുണ്ട്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ആ കുട്ടിയെ ചുമന്നു. ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ ജനങ്ങളെല്ലാവരും ഈ സംഭവം കേട്ട് തടിച്ചുകൂടി. പല ഭാഗത്തുനിന്നും ആൾക്കാർ വന്നിട്ടുണ്ട്, എന്താ പറ്റിയത്, എന്താ പറ്റിയെന്ന് വെച്ചിട്ട്. അപ്പൊ ആൾക്കാരൊക്കെ പറഞ്ഞ ഭാഷ ഒന്നാണ്, എന്ത്, ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ കൊണ്ടേ കാണിക്കണം, എന്തോന്ന് പറ്റിയിട്ടുണ്ട്. ആൾക്കാർ വന്നവരൊക്കെ പറയുന്നത് അങ്ങനെയാണ്, ഏതെങ്കിലും ജ്യോത്സ്യനെ കാണിക്കണം, എന്തോന്ന് പറ്റിയിട്ടുണ്ട് സംഗതി. എന്താ പറ്റിയത്? ചിലര് പറഞ്ഞു എന്തോ ഒരു പിശാച്ചിന്റെ ബാധയാണ്, ജിന്നബാധയെന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ആൾക്കാർ. കാണിക്കണം, കൊണ്ടേ കാണിക്കണം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആൾക്കാരതൊക്കെ പറയുമ്പോ തങ്ങൾ പറയുന്നത്, മാബി ശൈഉൻ മിമ്മാ തദ്കുറൂൻ, നിങ്ങളാ പറയുന്ന ഒന്നും എനിക്കില്ല. ജനങ്ങൾ വന്ന് പറയുമ്പോ ആൾക്കാർ, പ്രായമുള്ളവരൊക്കെ വന്ന് പറയാണ്, കൊണ്ടേ കാണിക്കണം, നിങ്ങളാ പറയുന്ന ഒരു സംഗതി എനിക്കില്ല. അങ്ങനെ ഉണ്ട്, നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഒന്നുമില്ല. വഇന്നീ അറാ നഫ്സീ സലീമാ വഫുആദീ സ്വഹീഹുൻ ബിഹംദില്ലാഹ്, എന്റെ ശരീരം സുരക്ഷിതമാണ്, എന്റെ മനസ്സ് ക്ലിയറാണ്, എന്റെ മനസ്സ് ശരിയാണ്, നല്ല രൂപത്തിലാണ്. അള്ളാഹുവിന്റെ ഹംദ് കൊണ്ട് എനിക്ക് യാതൊരു പരിഭ്രമമോ ഒരു ബേജാറോ എന്റെ ശരീരത്തിന് തകരാറോ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോഴും ജനങ്ങൾ പറഞ്ഞു, കുട്ടി പറയുന്നത് നോക്കണ്ട, എന്നാലും കൊണ്ടോണം. അല്ലേ ആൾക്കാർ പറയാ, ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞത്. ജ്യോത്സ്യന്മാരടുത്തേക്ക് പറഞ്ഞ കുറ്റത്തിന് പറയാം. നമ്മളെ ആൾക്കാരിൽ ഇഖ്ലാസ് ഇങ്ങനെ കുറഞ്ഞ ആൾക്കാരുണ്ടാകും. റാത്തീബും അദ്കാറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഏതെങ്കിലും ഒരാൾ അങ്ങാടിന്നോ എവിടുന്നോ പറഞ്ഞു, നിങ്ങൾ എന്തിനാ അങ്ങനെ കുറേ ചെല്ലി ബുദ്ധിമുട്ടാകുന്നത്? എന്റെ കുട്ടിക്ക് അസുഖം വന്നപ്പോ അവിടെ ഉണ്ട് ഒരു ജ്യോത്സ്യൻ, ഞാൻ ആളെ കാണിച്ചപ്പോ ഒരാഴ്ച കൊണ്ട് സംഗതി മാറി. ഒരാഴ്ച കൊണ്ട് മാറിയോ? ചിലത് അല്ലാഹു തആല ഒരാഴ്ച കൊണ്ടും 2 ആഴ്ച കൊണ്ടും 10 ആഴ്ച കൊണ്ടും മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ? അങ്ങനെ ഒന്നൂടെ. എല്ലാ അസുഖങ്ങളും മാറുമോ? മാറൂല. ചിലത് അള്ളാഹുവിന്റെ ഖദായിൽ മാറണ്ടെന്നായിരിക്കും. ചിലതങ്ങനെയാണ്. അതിനനുസരിച്ചുള്ള സബർ നമ്മൾ ചെയ്താൽ ദുന്യാവിലും ആഖിറത്തിലും അതിന് ഫലം കിട്ടും. അപ്പോൾ ഉസ്താദ് എല്ലാ രോഗങ്ങളും മാറൂലേ? മാറൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സമീപത്ത് വന്നൊരു പെണ്ണ്, അപസ്മാര രോഗം ഇളകി വീഴുന്നൊരു പെണ്ണുണ്ട്. ആ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, എനിക്ക് എപ്പോഴും അപസ്മാര രോഗമാണ്, ഞാനിങ്ങനെ ഇളകി വീഴും, എന്റെ രോഗം മാറാൻ തങ്ങളൊന്ന് ദ്വാരക്കണം. അപ്പൊ ഉടനെ തങ്ങൾ പറഞ്ഞു, ഇൻ ശീത്തി സ്വബർത്തി ഫലക്കിൽ ജന്ന, നിങ്ങൾ ക്ഷമിച്ചോളൂ, നിങ്ങൾക്ക് സ്വർഗം കിട്ടുന്നു.
എന്തതിനർത്ഥം? ഇത് മാറാൻ തൽക്കാലം അള്ളാഹു തആല ഖളായിലില്ല, അതുകൊണ്ട് സബ്ർ ചെയ്തോളി. പെണ്ണ് പറഞ്ഞു, നബിയെ ഞാൻ ക്ഷമിച്ചോളാം, സ്വർഗം കിട്ടൂലേ? ഞാൻ ക്ഷമിച്ചോളാം, പക്ഷേ ഞാൻ വീഴുമ്പോൾ എന്റെ നഗ്നത വെളിവാകുന്ന ഒരവസ്ഥയുണ്ട്, അതെനിക്ക് വല്ലാത്ത ബേജാറാണ്. അതുണ്ടാകാതിരിക്കാൻ തങ്ങൾ ദുആ ചെയ്യണം. തങ്ങൾ അതിന് ദുആ ചെയ്തു കൊടുത്തു. പിന്നീട് ആ പെണ്ണ് എപ്പോഴും വീഴുമ്പോഴും ഒരു ശരീരത്തിന്റെ മറഞ്ഞ ഭാഗവും പുറത്തേക്ക് വെളിവാകാറില്ല. അപ്പൊ ചില രോഗങ്ങൾ അങ്ങനെയാണ് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം മാറാൻ നിശ്ചയിച്ചത് മാറും, ചിലത് കുറെ വർഷങ്ങളെടുത്തു മാറും. അല്ലാഹു എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകുമാറാകട്ടെ. എത്രയോ രോഗങ്ങൾ ബാധിച്ച ആളുകൾക്ക് വർഷങ്ങൾ ദുആ ചെയ്ത് ദുആ അങ്ങ് ശരിക്കും മർമ്മത്തിലെത്തുന്ന അവസ്ഥയിലെത്തിയപ്പോൾ രോഗം മാറിയതുണ്ട്. അത് സത്യത്തിൽ ദുആഇന്റെ മധുരവും മറ്റുമൊക്കെ അനുഭവിക്കുന്നത് ആ നേരത്താണ്. ചിലത് പെട്ടെന്ന് മാറും, ചിലത് വൈകി മാറും. ദ്വാരക്കാതിരിക്കണ്ട, ദുആ ചെയ്യണം. സ്വതക്ക കൊടുക്കാതിരിക്കണ്ട, സ്വതക്കയും കൊടുക്കണം. ആ കൊടുക്കുന്നത് നഷ്ടമാകാനില്ല, ദുനിയാവിലും ആഖിറത്തിലും ലാഭകരമാണ്. അതുകൊണ്ട് ഇങ്ങനെ കാണിക്കാൻ പോകണ്ട. പലയിടത്തും എല്ലാ സ്ഥലത്തും ബോർഡ് കാണാം, അവിടെ ഒന്നും പോയി പറ്റിപ്പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ ചോദിച്ചു സഹാബത്ത്, നബിയെ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറെ ആൾക്കാരുണ്ട്, ഞാനിപ്പോ അടുത്താണ് ഇസ്ലാമിലേക്ക് വന്നത്, കുറെ സംശയം ചോദിക്കാണ്ട് എന്ന് പറഞ്ഞു വന്നൊരാൾ ചോദിച്ചൊരു സഹാബി, ഇന്ന മിന്നാ റിജാലൻ യതൂനൽ കുഹാൻ, ഞങ്ങളുടെ കൂട്ടത്തിൽ കുറെ ആൾക്കാരുണ്ട്, അവരൊക്കെ ജ്യോത്സ്യന്മാരെ പോയി കാണുന്നവരാണ്. തങ്ങൾ പറഞ്ഞു ഫലാ തഅ്തിഹിം, നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞു. നബിയെ ഓല് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ശരിയാകുന്നുണ്ടല്ലോ. തങ്ങൾ പറഞ്ഞു ഒന്ന് ശരി ഉണ്ടാവും, ബാക്കിയൊക്കെ പൊള്ളായിരിക്കും, പോകണ്ട. ആ ശരിയുള്ള ഒന്നായിരിക്കും എല്ലാ സ്ഥലത്തും പരക്കുന്നത്, ബാക്കിയുള്ളൊന്നും അത്ര രൂപത്തിൽ പ്രചരണം കിട്ടിയോളന്നില്ല, പോയി പോകരുത് എന്ന് പറഞ്ഞു. പിന്നെയും കുറെ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, അങ്ങനെ പോകാൻ പാടില്ല, വളരെ ഗുരുതരമായ സംഗതിയാണ്. ബാക്കി ഒരുപാട് അസ്ബാബുകൾ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെടുക നല്ല സുബറോടുകൂടെ. ദിക്ർ, സ്വലാത്ത്, ദുആ, നേർച്ച, സ്വദഖ, രോഗം മാറാൻ രോഗികളെ സന്ദർശിക്കുക. രോഗികളെ സന്ദർശിച്ചാലും കുറെ രോഗം മാറും. സിയാറത്ത് ചെയ്താലും രോഗങ്ങൾ മാറും. സ്വലാത്ത് ചൊല്ലിയാൽ രോഗം മാറും. ദിക്ർ ചൊല്ലിയാൽ രോഗങ്ങൾ മാറും, ഉദ്ദേശങ്ങൾ മാറും. സ്വദഖ നൽകിയാൽ രോഗം മാറും. അങ്ങനെ വ്യത്യസ്ത കാരണങ്ങളാണ്. ഏതെല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ ഒക്കെ ചെയ്യാം. നിരാശപ്പെടാൻ പാടില്ല. നമുക്കെന്തിനാ നിരാശ? അമ്പിയാക്കളൊന്നും നിരാശപ്പെട്ടിട്ടില്ലല്ലോ. ഒരു കാര്യം, ഒരു മുറാദ് ഹാസിലായി കിട്ടാൻ വേണ്ടി എത്ര വർഷങ്ങളോളം അവരൊക്കെ ദ്വാരുന്നു. പിന്നെ നമ്മളെ ഈ ദുർബല ഈമാനോണ്ടല്ലേ നമുക്ക് നിരാശ വരുന്നത്. നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാം എത്ര വലിയ നബിയാണ്. ആ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ഒരു സന്താന പരമ്പരകളെയാണല്ലോ ലോകത്ത് ഖുർആനിൽ അധികം പരിചയപ്പെടുത്തുന്നത്. ബനു ഇസ്രായീൽ. ഇസ്രായീൽ എന്നുള്ളത് യാക്കൂബ് നബിന്റെ പേരാ. ഇസ്രയേൽ അല്ല കേട്ടോ, ഇസ്രായീൽ. ബനു ഇസ്രായീൽ എന്ന അവിടുത്തെ സന്താന പരമ്പര. ആ യാക്കൂബ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാതെ എത്ര വിഷമിച്ചു. പക്ഷെ അപ്പോഴും ആ അത്രയും കാലവും പ്രതീക്ഷ കൈവടിഞ്ഞിട്ടില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വേർപിരിയുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ വയസ്സ് 17 വയസ്സ്. ഞാൻ സഖാഫിസ്ഥാണോ ചോദിച്ചതാണ്. അവർക്ക് ആ ഡേറ്റ് കൃത്യമായിട്ട് അറിയും. മാലിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാടുന്നുണ്ട്, ചരിത്രം പറയുന്നുണ്ട്. 17 വയസ്സ്. പിന്നെ തിരിച്ച് പിന്നെ കാണുന്നത് 80 വർഷം കഴിഞ്ഞിട്ടാണ്. ഒന്നാലോചിച്ച് നോക്കി. പക്ഷെ അപ്പോഴും മക്കളെ വിളിച്ചു പറയുന്ന വാക്കെന്താണെന്നറിയോ? യാ ബനി യദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി വലാ തയഅസൂ മിർ റൗഹില്ലാഹ്. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെടരുത്. തിരഞ്ഞു നോക്കണം, കാരണങ്ങളുമായിട്ട് ബന്ധപ്പെടണം. അത് ആരാ? ഒരു നബിയാണ്. അമ്പിയാക്കളിൽ വലിയ സ്ഥാനമുള്ള നബിയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. അതുകൊണ്ട് മാറൂല എന്ന് വെക്കരുത്. ചിലരങ്ങനെ വെക്കും, ഇഞ്ഞത് മാറൂല. മാറും എന്ന് തന്നെയാ വെക്കേണ്ടത്. നമ്മൾ അതിന്റെ കാരണങ്ങളിലേക്ക് നടന്നെടുക്കുന്നേ ഉള്ളൂ. ഇതിലേക്ക് എത്തിയാൽ തന്നെ മാറും. ചിലപ്പോൾ ഒരു ഡോക്ടറല്ലേ കാണിക്കേണ്ടി, ചിലപ്പോൾ 5 ഡോക്ടറെ കാണിക്കേണ്ടി വരും. അങ്ങനെയാണ് അള്ളാന്റെ കഥ. അല്ലെങ്കിൽ അങ്ങനെ കാണിക്കണം. ചിലപ്പോൾ 5 തരം മരുന്ന് കുടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവസാനത്തെ ഒരു മരുന്നുകൊണ്ട് മാറുന്ന സമയത്ത് ആൾക്കാരനെ ചിന്തിച്ചു പോകും, ആദ്യം തന്നെ അത് കുടിക്കായിരുന്നു. അത് നടക്കൂല. അള്ളാന്റെ കഥ അങ്ങനല്ലേ. അപ്പൊ അതിൽ ആത്മവിശ്വാസവും നല്ല പ്രതീക്ഷയും വേണം. ജ്യോത്സ്യന്മാരെ കാണിക്കാൻ വേണ്ടി കാണുന്നവരൊക്കെ പറയാണ് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയോട്,
കുട്ടിക്ക് എന്തോ പറ്റി, നിങ്ങൾ കൊണ്ടേ കാണിക്കണം. അങ്ങനെ ഹലീമ റളിയല്ലാഹു അൻഹ പറയാണ്, വേണ്ടാന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഫഗലബൂനി അലാ റഈ, ജനങ്ങൾ പറഞ്ഞ് അവരെന്നെ തോൽപ്പിച്ചു കളഞ്ഞു. എന്റെ തീരുമാനമൊക്കെ അവർ മറികടന്നു. പിന്നെ കൊണ്ടുപോണ്ടി വന്നു. ഏതായാലും കൊണ്ടുപോകാന്ന് കരുതിയിട്ട് ഒരു ജ്യോത്സ്യന്റെ അടുത്ത് കൊണ്ടുപോയി. പക്ഷെ അന്നും ഇന്നുള്ള ജ്യോത്സ്യന്മാർ വ്യത്യാസമുണ്ട്. അന്ന് കഹാനത്ത് ജ്യോതിശാസ്ത്രം കുറെ അറിയുന്നവരാണ്. ഇന്ന് അധികവും അനുമാനങ്ങളും സങ്കല്പങ്ങളും ഒക്കെ ഉള്ളത്, വേറെ കുറെ സിദ്ധാന്തങ്ങളുമാണ്. രണ്ടും വ്യത്യാസമുണ്ട്, വേറെ വിഷയം. അങ്ങനെ കൊണ്ടുപോയി, എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയതാ. അവിടെ എത്തിയപ്പോ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ അദ്ദേഹത്തിന് വിഷയങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ ജ്യോത്സ്യൻ പറഞ്ഞു, ആ കുട്ടിയെ ഒന്നും ഇങ്ങോട്ട് വിടി, കുട്ടി നേരിട്ട് പറയട്ടെ, ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങള് അല്ലല്ലോ കണ്ടത്, കുട്ടിയല്ലേ കണ്ടത് ഈ സംഭവങ്ങളൊക്കെ. അവിടെ ജ്യോത്സ്യൻ പറഞ്ഞു, കുട്ടി പറഞ്ഞോട്ടെ എന്തൊക്കെയാ സംഭവിച്ചത്. തക്കല്ലം യാ ഗുലാം, സംസാരിക്കും മോനെ എന്ന് പറഞ്ഞു. ഹലീമ റളിയല്ലാഹു അൻഹ പറയാണ്, കുട്ടി വിശദീകരിച്ചു. തുടക്കം മുതൽ ഒടുക്കം വരെ പറഞ്ഞപ്പോ ഈ സംഭവങ്ങളൊക്കെ കേട്ട ശേഷം ആ ജ്യോത്സ്യൻ ഒരൊറ്റ ചാട്ടം ചാടി കുട്ടി എങ്ങനെ നെഞ്ചിലേക്ക് ഇങ്ങനെ അണച്ചുകൂട്ടി പിടിച്ചിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ ആലൽ അറബ്, യാ ആലൽ അറബ് മിൻ ശർറിൻ ഖദ് ഇഖ്തറബ്, അറബി സമൂഹമേ, ഒരു വലിയ നാശം ഇതാ അടുത്തു വന്നിരിക്കുന്നു. ജ്യോത്സ്യൻ പറയാണ്, വലിയൊരു നാശം അടുത്തു വന്നിരിക്കുന്നു. ഖുതുലു ഹാദൽ ഗുലാം വഖ്തുലൂനി മഅഹ്, ഈ കുട്ടിയെ നിങ്ങൾ വധിക്കണം, എന്നെയും നിങ്ങൾ കൂടെ കൊല്ലണം. ഈ കുട്ടിയെ നിങ്ങൾ വധിക്കാതെ വിടുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന ചിന്തകൾ, നിങ്ങളുടെ വിവേകങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് ശരിയല്ല, ബുദ്ധിക്ക് നിരക്കാത്തതാണെന്ന് കുറച്ചുകൂടി കാലം കഴിഞ്ഞാൽ ഈ കുട്ടി പറയും. വലയക്ദിബന്ന അദിയാനക്കും, നിങ്ങളുടെ സിദ്ധാന്തങ്ങളെ നിരാകരിക്കും. വലയദുഅന്നകും ഇലാ റബ്ബില്ലാ തഅരിഫൂനഹു, നിങ്ങൾക്കറിവില്ലാത്ത റബ്ബിലേക്ക് ഈ കുട്ടി നിങ്ങളെ വിളിച്ചു കൊണ്ടുപോകും. വദീനിൻ തുൻകിറൂനഹു, നിങ്ങൾ നിഷേധിക്കുന്ന ഒരു ദീനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. ജ്യോത്സ്യൻ പറയുന്നതൊക്കെ ശരിയാണ്, അതുകൊണ്ട് ഇപ്പോൾ ഈ കുട്ടിയെ നിങ്ങൾ കൊന്നുകളയണം എന്ന വാക്ക് കേൾക്കേണ്ട താമസം ഹലീമ റളിയല്ലാഹു അൻഹ പറയാണ്. ആ വാക്കങ്ങ് കേട്ടപ്പോൾ ഇൻതസഅതുഹു മിൻ യദിഹി, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കുട്ടിയെ ഞാനിങ്ങ് വലിച്ചെടുത്തു. തീരുമാനമൊക്കെ പറഞ്ഞു, കൊല്ലാനാ പറയണത്. ഇവിടെ കാര്യം എന്താന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നത്. അപ്പൊ മൂപ്പര് വിളിച്ചു പറഞ്ഞു, കൊല്ലാനാ. വലിച്ചെടുത്തിട്ട് പറഞ്ഞു, ഈ കുട്ടിക്കൊരു കുഴപ്പമില്ല, തനി ഭ്രാന്തൻ നീയാണ് എന്ന് പറഞ്ഞു. നീയാണ് തനിച്ച ഭ്രാന്തൻ. ഹലീമ റളിയല്ലാഹു അൻഹ, നീയാണ് തനിച്ച ഭ്രാന്തൻ, നിനക്കാണ് പരിഭ്രമത്തിയിട്ടുള്ളത്. ഇതാണ് നിന്റെ വർത്തമാനമെങ്കിൽ നിന്റെ അടുത്തേക്ക് ഞാൻ ഈ കുട്ടിയെ കൊണ്ടുവരൂലായിരുന്നു ആദ്യം തന്നെ. ഇങ്ങനെയാണ് നീ പറയുന്നത് നേരത്തെ എനിക്ക് മനസ്സിലായിരുന്നെങ്കിൽ, അതുകൊണ്ട് കൊല്ലാ നീ വേറെ ആളെ നോക്കണം. ഉത്തുലുബിലി നഫ്സിക മൻ യഖ്തുലുക, നിന്നെ കൊല്ലാൻ പറ്റുന്ന ഒരാളെ നീ അന്വേഷിച്ചോ. ഫഇന്നാ ലാ നഖ്തുലു മുഹമ്മദാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കുട്ടിയെ കൊല്ലാൻ വിട്ടരില്ല. അത് ശരി, നിന്റെ അടുത്തേക്ക് ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നപ്പോ നിന്റെ തീരുമാനം എങ്ങനെയാ? ശരിയാകൂല. എന്നിട്ട് കുട്ടിയെ ഞാൻ ചുമന്ന് വീട്ടിൽ കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, ഞാൻ അവിടെ ചെന്നപ്പോഴേക്ക്, ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്ക് പരിസര വീട്ടുകാരൊക്കെ അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഗന്ധം കൊണ്ടറിഞ്ഞു. തങ്ങൾ വീട്ടിലെത്തിയെന്ന് സുഗന്ധം കൊണ്ടറിഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, വീട്ടിൽ നിന്ന് തങ്ങൾ ഇങ്ങനെ ഇറങ്ങി എന്റെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിന്റെ മുറ്റത്തിറങ്ങണ്ട, എന്റെ വീട്ടിന്റെ നടുമുറ്റത്ത് വന്നാൽ മതി, എനിക്ക് അറിയും തങ്ങൾ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. അപ്പോഴേക്ക് എനിക്ക് വാസന കിട്ടും, സുഗന്ധവാസന കിട്ടും. വല്ലാത്ത സുഗന്ധമാണ്. വൈദാ മശായഫൂഹു മിൻഹുൽ മിസ്കു വൽ അംബർ, തങ്ങൾ നടന്നു പോകുമ്പോൾ പല ഭാഗത്തേക്കും മിസ്കും അംബറും അടിച്ചു വീശുകയാണ്. വീട്ടിലെത്തി ആരും അറിയൂല എന്ന് കരുതാൻ പറ്റൂല. വീട്ടിലെത്തിയപ്പോഴേക്കന്നെ എല്ലാ ഗോത്രക്കാരും വന്നു. അപ്പൊ അവരെങ്ങനെ അറിഞ്ഞത്? ഹലീമ റളിയല്ലാഹു അൻഹ പറയാണ്, അവരെങ്ങനെ അറിഞ്ഞത്? ഇല്ലാ വഖദ് ശമംനാ മിൻ ഹുരിഹൽ മിസ്കിൽ അദ്ഫർ, എല്ലാ വീട്ടുകാരും പറഞ്ഞു, ഞങ്ങൾ ഇവിടെ എത്തിയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ എല്ലാവരും വരുന്നു. ഉണ്ടോ? ആരെയും അറിയിച്ചിട്ടൊന്നുമില്ല, വീട്ടിലേക്ക് കടന്നപ്പോഴേക്ക് ബാക്കി എല്ലാവരും വന്നു.
നമ്മൾ എത്ര അത്തരച്ചാലും ആരെങ്കിലും അറിയോ? ഒരത്തറും തേക്കാതെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഒരു സുഗന്ധം, വല്ലാത്തൊരു സുഗന്ധമാണ്. അതുകൊണ്ടല്ലേ തങ്ങൾ ആ കൈ തൊട്ട കൈകൊണ്ട്, തങ്ങൾക്ക് കൈ കൊടുത്ത കൈകൊണ്ട് ഒരിക്കലും അവനവന്റെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങൾ തൊട്ടിട്ടില്ല സ്വഹാബത്തിൽ പലരും. കാരണം ആ കൈ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തൊട്ട കൈയായതുകൊണ്ട് ആ കൈയിനൊരു പരിശുദ്ധിയുണ്ട്. ചിലരൊക്കെ നെറ്റിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു ചുംബനം കൊടുത്ത് വഫാത്തിന്റെ സന്ദർഭത്തിൽ അവസാന നേരത്തെ അവരെ ഉമ്മ വെക്കാൻ വേണ്ടി പോകുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അന്ന് വാസനിച്ചിരുന്ന വാസനയാണല്ലോ ഇപ്പോൾ വാസനിക്കുന്നത്. എത്ര ഉമ്പ് കൊടുത്ത ഉമ്മയാണത്! വല്ലാത്തൊരു സൗന്ദര്യം തന്നെയാണ്. അത് ആസ്വദിക്കാൻ, നേരിട്ട് കാണാൻ, ആസ്വദിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. എല്ലാവർക്കും നമ്മോട് ബന്ധപ്പെട്ട സ്നേഹികൾക്കൊക്കെ അള്ളാഹു തൗഫീഖ് തരട്ടെ. വല്ലാത്തൊരു സുഗന്ധം തന്നെയാണ്. ഇരിക്കട്ടെ, ഞാൻ വീട്ടിൽ വന്നു, കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഭർത്താവിനോട് ഞാൻ ചോദിച്ചു എന്ത് ചെയ്യണം. ആ വീട്ടിൽ ഞങ്ങൾ വന്ന് താമസിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു സംഭവം കൂടി ഉണ്ടായി. ഹലീമ റളിയല്ലാഹു അൻഹ പറയാണ്, വകാന ഫീ കുല്ലി യൗമിൻ യൻസിലു അലൈഹി റജുലാനി അബിയളാനി ഫയഗീബാനി ഫീ സിയാബിഹി വലാ യദ്ഹറാൻ. വീട്ടിൽ ഇങ്ങനെ ആ ജോത്സ്യനെ കാണിച്ച് ജോത്സ്യനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എല്ലാ ദിവസവും രണ്ടാളുകൾ വീട്ടിൽ വരാറുണ്ട്. നല്ല വെളുത്ത നിറമുള്ള രണ്ടാളുകൾ വരാറുണ്ട്. എന്നിട്ട് വസ്ത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് പൊതിയാറുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ പിന്നെ ആ രണ്ടാളെ കാണാറില്ല. എല്ലാ ദിവസവും ഈ പതിവ് ഇങ്ങനെ തുടർന്നു. അപ്പൊ ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, ഹലീമ ബീവി, ഈ കുട്ടിയെ ഇനി ഇവിടെ നിർത്തണ്ട, നിങ്ങൾ മടക്കി കൊടുക്കണം. മടക്കി കൊടുക്കുകയാണ് നല്ലത്. നിങ്ങളൊരു അമാനത്തായി ഏൽപ്പിച്ചതല്ലേ, തിരിച്ചു കൊണ്ടുപോയി കൊടുക്കണം. ഭർത്താവിനോട് ഞാൻ അന്വേഷിച്ചു എന്തു ചെയ്യണം. ഭർത്താവും പറഞ്ഞു അങ്ങനെ ചെയ്യാം. പോകാൻ ഞങ്ങൾ ഒരുങ്ങി, വാഹനം റെഡിയാക്കി. വാഹനത്തിൽ അങ്ങ് കയറിയപ്പോൾ ഞാൻ കേട്ട ഒരു കാര്യം, ഹലീമ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ കേൾക്കുന്നൊരു വാക്ക്, ഹനീ അല്ലകി യാ ബത്ഹാ മക്ക അല്ലൗമ യുറദ്ദു അലൈകി നൂറു വദ്ദീൻ വൽ ബഹാഉ വൽ കമാൽ. ഹലീമ റളിയല്ലാഹു അൻഹ പറയാണ്, വാഹനത്തിൽ കയറിയ ഉടനെ വിളിച്ചു പറയുന്നൊരു വിളിയാളം കേൾക്കുന്നത്, ഓ മക്കാ തെരുവീതികളെ മൊത്തം വിളിച്ചു പറയുന്നു, യാ ബത്ഹാ മക്ക, മക്ക എന്ന പുണ്യഭൂമി, അൽയൗമ യുറദ്ദു അലൈകിൻ നൂർ, പ്രകാശത്തെ നിങ്ങളിലേക്ക് തിരിച്ച് ഏൽപ്പിക്കപ്പെടുന്നു. വദ്ദീനു, ദീനും നിങ്ങളിലേക്ക് മടക്കപ്പെടുന്നു. വൽ ബഹാഉ വൽ കമാൽ, ശോഭയും പരിപൂർണതയും ഇതാ മടക്കപ്പെടുന്നു. ഫഖദ് അമിൻതി, മക്ക നിനക്ക് സുരക്ഷിതത്വം തന്നിട്ടുണ്ട്. അൻതുഖ്ദലീന, നിന്നെ പരാജയപ്പെടുത്തുന്നതിനെ തൊട്ട്, ഔ തഹ്സനീന, നീ ദുഃഖിക്കേണ്ടി വരുന്നതിനെ തൊട്ട്, അബദൽ ആബിദീന വദഹ്റദ്ദാഹിരീൻ, കാലകാലം സുരക്ഷിതത്വമാണ് മക്കൾക്ക്. മക്ക നഗരത്തിന് വലിയ സുരക്ഷിതത്വമാണ് അല്ലാഹു നൽകിയത്. ആ സുരക്ഷിതത്വം നൽകാനുള്ള കാരണം എന്താണെന്നറിയോ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നാട്ടിൽ പിറന്നത് കൊണ്ടാണ് ആ നാടിന് അൽ ബലദുൽ അമീൻ എന്ന ഒരു നാമം ലഭിച്ചത്. വത്തീനി വസ്സൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ. അല്ലാഹു ജല്ല ജലാലുഹു സത്യം ചെയ്ത് പറഞ്ഞ ഒരു വചനമാണത്. അമീനായ നാട്, നല്ല വിശ്വസ്തതയുള്ള സുരക്ഷിതമായ നാട്. ആ നാടിന് ആ സുരക്ഷിതത്വവും നിർഭയത്വവും ഒക്കെ കിട്ടാനുള്ള കാരണമാണ് ഈ വിളിച്ചു പറയുന്നത്. ഹലീമ റളിയല്ലാഹു അൻഹ പറയാണ്, ആ ഒരു സന്ദേശം ഞാൻ കേട്ടു. ഞാൻ നേരെ പോയി എൻ്റെ കഴുതപ്പുറത്ത് ഞാൻ കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ ചുമന്നു. അങ്ങനെ പോയി മക്കയിലേക്ക് എത്തുന്ന വലിയ ഒരു കവാടമുണ്ട്, അവിടെ എത്തി. കുറെ ആളുകൾ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാഹനത്തിൽ നിന്ന് ഞാൻ താഴെ ഇറക്കി വെച്ചു.
എൻ്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ എൻ്റെ ആവശ്യം നിർവഹിച്ച് ഞാൻ അവിടെ നിന്ന് തിരിയുമ്പോഴേക്ക് വലിയൊരു ശബ്ദം ഞാൻ കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണാനില്ല. പടച്ചോനെ, ഞാൻ വല്ലാതെ പേടിച്ചുപോയി. ഏൽപ്പിക്കാൻ വേണ്ടി വരികയാണ്. മക്കയിലെത്തി പ്രധാനപ്പെട്ട ഗേറ്റിലൂടെ കടന്ന് വാഹനത്തിൽ നിന്ന് കുട്ടിയെ താഴെ ഇറക്കി വെച്ച് ചെറിയൊരു ഖളാഉൽ ഹാജത്തിന് വേണ്ടി ഒന്ന് തിരിഞ്ഞ് നിർവഹിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴേക്കൊരു ശബ്ദം കേട്ടു. നോക്കുമ്പോൾ കാണാനില്ല. പേടിയോട് വല്ലാത്ത പേടി. ഞാൻ ഉറക്കെ വിളിച്ചു, മാശിറന്നാസ് ഐന സ്വബി, ജനങ്ങളെ, എൻ്റെ കുട്ടിയെവിടെ, എൻ്റെ കുട്ടിയെവിടെ? ആളുകൾ ഓടിക്കൂടി പല ഭാഗത്തുനിന്നും ചോദിച്ചു, അയ്യോ സുബിയാൻ, ഏത് കുട്ടിയാണോ? ഞാൻ പറഞ്ഞു, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടിയെ കാണാനില്ല. എന്നിട്ട് ആ കുട്ടിയുടെ വിശേഷം, ആ കുട്ടി ഏതാ കുട്ടി എന്നറിയോ? ഹലീമ റളിയല്ലാഹു അൻഹ പറയാണ്, നല്ലറല്ലാഹു ബിഹി വജ്ഹി, എൻ്റെ ശരീരത്തിന് അല്ലാഹു തആല പ്രകാശം തന്നത് ആ കുട്ടിയെ കൊണ്ടാണ്. വഗ്നാ ഐലതി, ദാരിദ്ര്യത്തിൽ നിന്ന് എനിക്ക് ഐശ്വര്യം തന്നത് ആ കുട്ടിയെ കൊണ്ടാണ്. വസ്ബഅ ജൗഅതി, പട്ടിണിയിലായി ജീവിച്ചിരുന്ന എന്നെ ഇപ്പോൾ നല്ല വയറ് നിറക്കുന്ന സന്ദർഭത്തിൽ ആ കുട്ടി നല്ല ഫലഭൂയിഷ്ടമായ രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കളെ കൊണ്ട് അള്ളാഹു സമൃദ്ധി നൽകിയത് ആ കുട്ടിയെ കൊണ്ടാണ്. റബ്ബൈതുഹു, ഞാൻ ആ കുട്ടിയെ പരിപാലിച്ചു. ആ പരിപാലിച്ചിട്ട് എൻ്റെ സന്തോഷവും എൻ്റെ താല്പര്യവും ഒക്കെ ഞാൻ ആ കുട്ടിയെ കൊണ്ട് നിർവഹിച്ചപ്പോ മടക്കി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ ആരോ റാഞ്ചിക്കൊണ്ടുപോയി. ആ കുട്ടി ഭൂമിയിലെത്തി നടന്നിട്ടില്ല. അപ്പോഴേക്കാരോ പിടിച്ചുകൊണ്ടുപോയി. ആരാണ് പിടിച്ചുകൊണ്ടുപോയത് എന്ന് എനിക്കറിയില്ല. കുട്ടിയെ കണ്ടിട്ടില്ലെങ്കിൽ ഈ മലയുടെ മുകളിൽ നിന്ന് എന്റെ ശരീരത്തെ തായോട്ട് ഞാൻ തള്ളിയിടേണ്ടി വരും. ഹലീമ റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലെങ്കിലോ എന്നിട്ട് എന്റെ ഓരോ ശരീരത്തിന്റെ ഭാഗങ്ങളെയും കഷ്ണം കഷ്ണമായി ഞാനങ്ങ് മുറിച്ചു മാറ്റേണ്ടി വരും. കുട്ടിയെ കാണാത്തതിലുള്ളൊരു വേദനയാണ് ആ പങ്കുവച്ചത്. ജനങ്ങളൊക്കെ പറഞ്ഞു, ഇന്നാ ലനറാകി ഗായിബത്തൻ അനിർ റുകബാൻ, നിങ്ങളെ കൂടെ യാത്രാ സംഘങ്ങളെയൊന്നും കാണുന്നില്ലല്ലോ, കുട്ടി നിങ്ങളെ കൂടെ കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. അങ്ങനെ പറഞ്ഞെന്താന്ന് വെച്ചാൽ, മുലയൂട്ടാൻ കൊണ്ടുപോയവർ ഒരുമിച്ചാണ് കാലാവധി കഴിഞ്ഞ് തിരിച്ചു വരിക, അല്ലേ? അതാണ് അവർ മനസ്സിലാക്കിയത്. പക്ഷേ ആ കാലാവധി കഴിഞ്ഞിട്ട് രണ്ടാമതും കൊണ്ടുപോയിട്ടാണ് ഈ തിരിച്ചു വരുന്നത്. അവിടെ കൊണ്ടുപോയി എത്ര കാലം താമസിച്ചു? ചില റിപ്പോർട്ടുകളിൽ ഈ സംഭവം ഉണ്ടായത്, നെഞ്ചു പിളർക്കുന്ന സംഭവം ഉണ്ടായത് 2 മാസം കഴിഞ്ഞിട്ടാണ്, 3 മാസം കഴിഞ്ഞിട്ടാണ്, ഒക്കെയുണ്ട്. പക്ഷേ പ്രബലമായ അഭിപ്രായ പ്രകാരം ഏകദേശം ഒരു 4 വയസ്സിനോട് അടുത്ത സന്ദർഭത്തിലാണ് എന്ന് തീർച്ചപ്പെടുത്തിയ മഹാന്മാരുണ്ട്. ഇരിക്കട്ടെ, ഏകദേശം ആ ഒരു സന്ദർഭമായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 വയസ്സോട് അടുത്ത സന്ദർഭമായിട്ടും. അങ്ങനെ ജനങ്ങളൊക്കെ പറഞ്ഞു, കൂടെ ആരുണ്ടാകാൻ സാധ്യതയില്ല, ഒറ്റക്കല്ലേ ഞങ്ങൾ വന്നത്, ഒറ്റക്കാണ് വാഹനത്തിൽ, ഭർത്താവും കൊണ്ട് യാത്ര അയച്ചു വിട്ടതാണ്. അപ്പൊ കൂടെ ആരുമില്ലാത്ത സന്ദർഭത്തിൽ കൂടെ നിബിധങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല, യാത്രാ സംഘങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഉണ്ട്, ഇപ്പോൾ ഈ ടൈമിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്, ഈ സമയത്ത് നിങ്ങളെ മുന്നിൽ വന്നിരുന്നു, പക്ഷെ ഇപ്പോഴാണ് കാണാതെയായത്. അവര് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ തെരഞ്ഞു നോക്കാം. കുറച്ചു നേരം തെരഞ്ഞു നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, എവിടെയും കാണാനില്ല. ഹലീമ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, വാ മുഹമ്മദാ, വാ വലദാ, എന്റെ മോനെ, എന്റെ കുട്ടി എവിടെ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ അങ്ങ് വിളിച്ചപ്പോ ആ വിളിയുടെ നൊമ്പരാവസ്ഥ കേട്ടിട്ട് അതേ കന്യക സ്ത്രീകൾ പോലും കരഞ്ഞുപോയി. പരിസരത്തുള്ള ജനങ്ങളൊക്കെ അത്യുച്ചത്തിൽ കരഞ്ഞുപോയി. എന്റെ ഈ കരച്ചിലും സങ്കടവും കണ്ടവരൊക്കെ കരഞ്ഞുപോയി. പിന്നെ ഞാൻ നോക്കുമ്പോ കാണുന്നു, ഒരു അങ്ങേയറ്റത്തെ വയസ്സെത്തിയൊരു മനുഷ്യൻ ഒരു വടിയും കുത്തിപ്പിടിച്ചയാൾ ഇങ്ങനെ വരുന്നുണ്ട്. ചോദിച്ചു, എന്തേ സംഭവിച്ചു പോയത്? മാലി അറാകി അയ്യത്തുഹ സാദിയത്തു തബ്കീന വതളിജീന, ഓ സഅദ് ഗോത്രത്തിൽപ്പെട്ട, ബനൂ സഅദ് ഗോത്രത്തിൽപ്പെട്ട പെണ്ണേ, എന്താണ് ഇങ്ങനെ കരയുന്നത്, ഒച്ച വെക്കുന്നത്? ഞാൻ പറഞ്ഞു, ഫഖത്തു ബിനി മുഹമ്മദ,
സല്ലല്ലാഹു അലൈഹി വസല്ലം മോനെ കാണാനില്ല. ഉടനെ ആ വയസ്സൻ വൃദ്ധൻ പറഞ്ഞു, കരയേണ്ടതില്ല, അന അദുല്ലുകി അലാ മൻ യഅലമു ഇൽമഹു, ആ കുട്ടിയെ അറിയാനുള്ള ഒരാളെ ഞാൻ നിനക്ക് അറിയിച്ചു തരാം. അയാൾ ഉദ്ദേശിച്ചാൽ ഈ കുട്ടിയെ നിനക്ക് മടക്കി തരും. അപ്പൊ ഹലീം റളിയല്ലാഹു അൻഹുക്ക് എങ്ങനെയാലും വേണ്ടില്ല കുട്ടിയെ കിട്ടണ്ടേ. ഹലീം റളിയല്ലാഹു അൻഹു ആരാണ് ആള്? ആ സ്വനമുൽ ആലം. ഇവിടെ ഉണ്ട് ഒരു വലിയ സ്വനമുണ്ട്, വലിയ വിഗ്രഹം. കാബന്റെ പരിസരത്ത് വലിയൊരു വിഗ്രഹമുണ്ട്. ആ വിഗ്രഹത്തോട് ചോദിച്ചാൽ കിട്ടും. അങ്ങനെ പലർക്കും കിട്ടിയിട്ടുണ്ട്, കിട്ടും. ഒരു വിശ്വാസമാണ്. കിട്ടുന്നത് അതുകൊണ്ടൊന്നുമല്ല, പക്ഷെ അങ്ങനെയാണല്ലോ അന്നത്തെ വിശ്വാസം. അയാൾ പറഞ്ഞു, ഞാൻ പോയി നോക്കട്ടെ, ഒരു നിലക്കും പ്രശ്നമില്ല, കിട്ടും. ഹലീമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, സകിലത്തുക ഉമ്മുക, നിങ്ങൾക്കുണ്ടോ തകരാറ്? കഅന്നക ലം തറ മാ നസല ബില്ലാത്തി വൽ ഉസ്സാ ഫിൽ ലൈലത്തി ലത്തി ഉലിദ ഫീഹാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹലീമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, തങ്ങൾ ജനിച്ച അന്ന് രാത്രിയിൽ ഇവിടെ സംഭവിച്ചത് എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയില്ലേ? പിന്നെ ഇപ്പൊ സ്വനമ് പറഞ്ഞാൽ അന്ന് സ്വനമൊക്കെ താഴോട്ട് പോയതല്ലേ. ഹലീമ റളിയല്ലാഹു അൻഹ അന്ന് രാത്രിയിൽ സംഭവിച്ച സംഭവങ്ങൾ അങ്ങനെയല്ലേ, പിന്നെ എങ്ങനെ സ്വനമിന് ഇത് പറഞ്ഞു തരാൻ കഴിയും? വിഗ്രഹത്തിന് എങ്ങനെ ഇത് പറഞ്ഞു തരാൻ കഴിയും? നിങ്ങളതൊന്നും അറിഞ്ഞിട്ടില്ലേ? ഈ നാട്ടിലല്ലേ നിങ്ങളുള്ളത്? ഉടനെ ഹലീമ റളിയല്ലാഹു അൻഹയോട് അയാൾ പറഞ്ഞു, ആ വയസ്സൻ പറഞ്ഞു, ഇന്നക ലതഹ്ദീൻ, നീ എന്തോ അനർത്ഥമായത് സംസാരിക്കുകയാണ്, എന്താ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ല അല്ലേ? ഞാനൊന്നതിൻ്റെ അടുത്ത് പോയി ചോദിക്കട്ടെ കുട്ടിയെ മടക്കിത്തരാൻ. ഹലീമ റളിയല്ലാഹു അൻഹ പറയാണ്, ആ മനുഷ്യൻ അങ്ങനെ പോയി. സംഭവിക്കുന്ന എന്താന്ന് ഞാനും നോക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വലിയ സ്വനമായി വെച്ച ഹുബുൽ, ആ ഹുബുലിന്റെ ചുറ്റുഭാഗത്തിൽ 7 വട്ടം ഇങ്ങനെ റൗണ്ട് അടിച്ചു. എന്നിട്ടതിന്റെ തലക്ക് നോക്കിയിട്ടൊരു ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, ആ വൃദ്ധൻ പറഞ്ഞു, യാ സയ്യിദാ, ഓ യജമാനരെ, ലം തസൽ മുൻഇമൻ അലാ ഖുറൈശ്, നിങ്ങൾ ഖുറൈശികൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിച്ചു കൊടുക്കുന്നതാണല്ലോ. കണ്ടില്ലേ, ആ ഹലീമത്തു സഅദി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അന്ന മുഹമ്മദൻ ഖദ് ളല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരങ്ങ് കേട്ടപ്പോ ഫൻകബ ഹുബുലു അലാ വജീഹി, ഹുബുൽ പൊട്ടിയാണ് വീണു. ഹുബുൽ പൊട്ടി വീണു. ആ പേര് കേൾക്കേണ്ട താമസം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനില്ല എന്നുള്ള ആ വാക്ക് കേട്ടപ്പോഴേക്ക് പൊട്ടി വീണു. പൊട്ടി വീണപ്പോൾ ആ ബാക്കിയൊക്കെ അതിന്റെ പിന്നാലെയായിട്ട് ബാക്കിയൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ വീഴുന്നുണ്ട്. എല്ലാം വീണു, പരിസരത്തുള്ളതൊക്കെ വീണു. എന്നിട്ട് സ്വനം ഇങ്ങോട്ട് സംസാരിച്ചു എന്ന് കാണാം റിപ്പോർട്ടിൽ. ഇലൈക അന്ന അയ്യുഹ ശൈഖ്, ഓ വൃദ്ധനായ മനുഷ്യ, നീ നിന്റെ പണിക്ക് പോയിക്കോ. ഇന്നമാ ഹലാകുന അലാ യദി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളൊക്കെ ഇവിടുന്ന് എടുത്ത് കുഴിമാടത്തിലേക്ക് തള്ളപ്പെടുന്ന ഒരു സന്ദർഭം വരും. ഇതൊക്കെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്ന സമയം ഇതൊക്കെ ക്ലീൻ ആക്കും തൗഹീദ് കൊണ്ട്. അത് ആ കുട്ടിയുടെ കരങ്ങളിലൂടെയാണ് ഇവിടെ സാധ്യമാകുന്നത്. പിന്നെ ഞങ്ങളെങ്ങനെ പറഞ്ഞു തരും? ഞങ്ങൾക്കതിന് സാധിക്കൂല എന്ന് ശരിക്ക് തുറന്നു പറഞ്ഞു. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ആ ഷെയ്ഖ് ഇങ്ങനെ വരുന്നത് ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. അയാളിങ്ങനെ വടിയും കുത്തിപ്പിടിച്ചിങ്ങനെ വരുമ്പോ നേരത്തെ വന്ന ആ ഊർജ്ജസ്വലതയൊന്നും ഇപ്പൊ കാണുന്നില്ല. നേരത്തെ വന്ന നല്ല ധൈര്യത്തിലാണ്, കിട്ടുന്നുള്ള ധൈര്യം പറഞ്ഞില്ലേ. ഇപ്പൊ വരുമ്പോ ലിയസ്നാനിഹി ഇസ്തികാകുൻ, അയാള് പല്ലിങ്ങനെ കടിക്കുന്നുണ്ട്, പല്ല് കടിക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട്, മുട്ടിങ്ങനെ വിറക്കുന്നുണ്ട്. അയാള് വല്ലാതെ വിറയോടുകൂടെ പല്ലൊക്കെ കടിച്ചിങ്ങനെ വരുന്നുണ്ട്. അയാളെ കയ്യിൽ നിന്ന് ആ വടി എങ്ങയാള് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അയാൾ ഒരു കരച്ചിൽ കരഞ്ഞിട്ട് പറഞ്ഞു, യാ ഹലീമതു ലാ തബ്കീ, ഹലീമ ബീവി നിങ്ങൾ കരയേണ്ടതില്ല. ഫഇന്ന ലിബ്നികി റബ്ബൻ ലാ യുളയ്യിഉഹു, നിങ്ങളെ മോനൊരു റബ്ബുണ്ട്, ആ റബ്ബ് ഒരിക്കലും നിങ്ങളെ മോനെ കൈയ്യിക്കുകയില്ല. വിഷമിക്കേണ്ടതില്ല, സാവകാശം അന്വേഷിച്ചോളൂ, കുട്ടിയെ കിട്ടും. റബ്ബുണ്ട് എന്ന് പറഞ്ഞില്ലേ, നിങ്ങളെ മോനോ റബ്ബുണ്ട്, ഈ റബ്ബൊന്നുമല്ല. കാരണം ഇതൊക്കെ പണി കഴിഞ്ഞു പോയി. ചുറ്റുഭാഗത്തുള്ള അവർക്ക് അവരുടെ കഴിവുകേട് അറിയിച്ചു, അവരെ കൊണ്ട് കഴിയില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങളെ മോനോ റബ്ബുണ്ട്, ആ റബ്ബ് ഒന്നും വൃഥാവിലാക്കുകയില്ല, കുട്ടിയെ തിരിച്ചേൽപ്പിക്കും, സാവകാശം അന്വേഷിച്ചോളൂ, കിട്ടും. പക്ഷെ ഹലീമ റളിയല്ലാഹു അൻഹ പറയാണ്, എനിക്ക് പേടി എന്താണെന്നറിയോ? ഈ വിഷയങ്ങാനും എന്റെ മുന്നിൽ ഞാൻ അറിയിക്കുന്നതിന്റെ മുമ്പ് അബ്ദുൽ മുത്തലിബ് എങ്ങാനും അറിയോ എന്നുള്ളൊരു പേടിയാണ്.
സുബ്ഹാനല്ലാഹ്, അബ്ദുൽ മുത്തലിബ് ഒന്ന് ചോദിക്കൂലേ? വളരെ താല്പര്യപൂർവ്വം ആവശ്യപ്പെട്ടിട്ടല്ലേ ഇവിടുന്ന് കൊണ്ടുപോയത്. അങ്ങനെ നടന്ന് പല ഭാഗത്തേക്കും ഇങ്ങനെ ഞാൻ പോയിട്ട് ആദ്യം തന്നെ വിഷയം പറയണമെന്ന് കരുതി അബ്ദുൽ മുത്തലിബിന്റെ നേർക്ക് പോകുമ്പോൾ എന്നെ കണ്ട പാടന്നെ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, അസഅദുൻ നസല ബികി അം നുഹൂസ്? അല്ല, നല്ല വാർത്തയാണോ നിങ്ങളിലുള്ളത്, അല്ലെങ്കിൽ ദുഷ്കരമായ വല്ല വാർത്തയാണോ ഉള്ളത്? എന്തോന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, നഹ്സുനിൽ അക്ബർ. ദുശകുനം എന്ന് പറഞ്ഞാൽ പോരാ, വലിയ ദുശകുനമാണ് സംഭവിച്ചത്, ദുരന്ത വാർത്തയാണ്. അബ്ദുൽ മുത്തലിബ് അത് മനസ്സിലാക്കിയെടുത്ത് ചോദിച്ചു, ലഅല്ല ബിനകി ഖദ് ളല്ല മിൻകി, കുട്ടിയെ കാണാതായോ? ഞാൻ പറഞ്ഞു, അതേ, ആരോ എന്നിൽ നിന്ന് റാഞ്ചി കൊണ്ടുപോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. സുബ്ഹാനല്ലാഹ്, അബ്ദുൽ മുത്തലിബ് ഉടനെ വാളൂരി, ദേഷ്യപ്പെട്ടുകൊണ്ട് വാളൂരിപ്പോയി. അബ്ദുൽ മുത്തലിബിന്റെ ദേഷ്യം ഒരു പ്രത്യേക ദേഷ്യമാണ്. എപ്പോഴെങ്കിലും ഒരു വിഷയത്തിൽ ഒരു കാലെടുത്ത് മുന്നോട്ട് വെച്ച് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരൊറ്റ കുട്ടിയും അടുത്തേക്ക് വരൂല. അത്രയും വലിയ ധീരതയാണ് അബ്ദുൽ മുത്തലിബിന്റെ ധീരത. അതുകൊണ്ടാണ് വലിയ ആനപ്പടയുമായി വന്ന അബ്രഹത്തിനോട് ചർച്ചക്ക് പോകുമ്പോൾ കൂടെ ഞങ്ങൾ ആരെങ്കിലും പോയെന്ന് വെച്ചാൽ ഞങ്ങളാരും പോരണ്ടെന്ന് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് ഒറ്റക്കാ പോയത്. അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ വന്നപ്പോ അബ്ദുൽ മുത്തലിബിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചിട്ടില്ല. തങ്ങൾ പൂജാതരാകുന്നതിന്റെ 50 ദിവസം മുമ്പാണ് ഈ സംഭവം. അബ്ദുൽ മുത്തലിബിനെ കണ്ടപാടെ എണീറ്റ് കൊടുത്തു. അബ്രഹത്ത് എണീറ്റ് കൊടുത്തു. ഹദീസിൽ കാണാം, വകാന വസീമൻ ജസീമൻ, നല്ല ശരീരമാണ്, നല്ല അഴകുള്ള ശരീരമാണ് അബ്ദുൽ മുത്തലിബിന്റെ ശരീരം. ആരും കണ്ടാ ബഹുമാനിക്കും. അങ്ങനെ പ്രൗഢിയുണ്ട്. അല്ലാഹു തആല നൽകിയൊരു പ്രൗഢിയാണ്. കാരണം അബ്ദുൽ മുത്തലിബിലൂടെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നൂർ ഇങ്ങനെ കടന്നുപോയത്. ആ നിലക്കൊരു വല്ലാത്ത ഒരു പ്രകാശം അബ്ദുൽ മുത്തലിബിന്റെ ശരീരത്തിനുണ്ട്, ധീരതയുണ്ട്. അബ്ദുൽ മുത്തലിബ് വരുന്ന അബ്രഹത്ത് എണീറ്റ് കൊടുത്തു. ആ ചെയറിൽ ഇരുത്തിയിട്ടാ സംസാരിക്കുന്നത്. അബ്രഹത്തിന്റെ കൂടെയുള്ള പലരും പറഞ്ഞു, അത്ര വലിയ ബഹുമാനം വേണ്ടില്ലായിരുന്നു. പക്ഷെ അങ്ങനെ അല്ലാതെ സാധിക്കൂല, കണ്ടാൽ തന്നെ അതിന് മാത്രം ഒരു പ്രൗഢിയുണ്ട്. അതാ പുറത്തുനിന്ന് എവിടുന്നെങ്കിലും ഒപ്പിച്ചുകൂട്ടിണ്ടാക്കിയ ഒന്നല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നൽകിയതാണ്. അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി വന്നപ്പോ അബ്രഹത്ത് വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് സോൾവ് ചെയ്ത് വിടാൻ വേണ്ടി വന്നതായിരിക്കും. ഇപ്പൊ എന്തിനാ വന്നത്? എന്റെ 200 ഒട്ടകങ്ങളെ കാണാനില്ലാന്ന് തൊഴിലാളികൾ വന്ന് പറഞ്ഞപ്പോ അത് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളെ കൂട്ടക്കാര് 200 ഒട്ടകങ്ങളെ തടഞ്ഞു വെച്ചു എന്ന് കേട്ടു. ആ, തടഞ്ഞു വെച്ചിട്ടുണ്ട്. അതെന്റെ ഒട്ടകമാണ്, ഞാൻ ഒട്ടകത്തിന്റെ ആളാണ്, തിരിച്ചു തരണമെന്ന് പറഞ്ഞു. കാബ പൊളിക്കാതിരിക്കുക, ആ ചർച്ചയൊന്നുമില്ല. ഒട്ടകത്തിന് എന്റെ ഒട്ടകത്തെ നിങ്ങൾ വിളിച്ചു വെച്ചില്ലേ, തിരിച്ചു തരണം. അപ്പൊ അബ്രഹത്ത് പറഞ്ഞു, നിങ്ങൾ വന്നപ്പോ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ചർച്ച എങ്ങനെ ആരംഭിച്ചപ്പോ നിങ്ങൾ എന്റെ കണ്ണിൽ ഏറ്റവും ചെറിയ ഒരാളായി മാറി. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, അന റബ്ബുൽ ലിബിൽ, ഞാൻ ആ ഒട്ടകത്തിന്റെ ഉടമസ്ഥനാണ്. വൈന്നലിൽ ബൈതി റബ്ബൻ സയംനഉക അൻ, പവിത്രമായ കഅബക്കൊരു റബ്ബുണ്ട്. ആ റബ്ബ് നിന്നെ തടയുക തന്നെ ചെയ്യും, നിന്നെ അടുപ്പിക്കൂല അങ്ങോട്ട്. എന്താ മനസ്സിലാക്കിയത്? ആ ധീരതയോടെ വർത്തമാനം പറഞ്ഞ അബ്ദുൽ മുത്തലിബ് തിരിച്ചു വന്നു. 200 ഒട്ടകങ്ങളെയും തെളിച്ചു. ആളുകളോട് പറഞ്ഞു, ആരും മക്കയുടെ പുറത്തേക്ക് ബൗണ്ടറിയിലേക്കൊന്നും പോകണ്ട, എല്ലാവരും വീട്ടിൽ പോയിരുന്നു. നേരെ കഅബന്റെ മുറ്റത്ത് പോയി അതിന്റെ വാതിൽ പിടിച്ച് കില്ല പിടിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആ ദുആ ചെയ്ത് ഇങ്ങനെ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ തന്നെ കണ്ടു, നേരത്തെ എവിടെയും കാണാത്ത തരം അപൂർവ ഇനം പക്ഷികളെ കണ്ടു. അതൊരു വല്ലാത്ത ശിക്ഷയ്ക്ക് വേണ്ടി അല്ലാഹു തആല ഒരുക്കിയ, എല്ലാ കാലത്തുള്ള യുക്തിവാദികൾക്കും മറ്റൊക്കെ ചോദ്യത്തിന് വലിയൊരു ഉത്തരം കൊടുക്കാൻ വേണ്ടി ഇറക്കിയതാണ് ആ പക്ഷികളെ. പക്ഷികളെ രണ്ട് കയ്യിലും അതിന്റെ കൊക്കിലൊക്കെ കൊടുത്ത ആ കല്ല് വല്ലാതെ ചുട്ടുപൊള്ളുന്ന കല്ലാണ്. അത് കൃത്യമായിട്ട് നിശ്ചയിച്ച ആളുകളുടെ തലയിൽ തന്നെ കൊണ്ടുപോയി എറിയണം. കൃത്യമായി ഇങ്ങനൊക്കെ ഒരു വിവരം കൊടുക്കുമ്പോൾ ഒരാളുണ്ടല്ലേ അതിന്റെ പിന്നില്? ആ ഉണ്ട്, അല്ലാഹു തആല എന്നൊരു പരമമായ ശക്തി ഉണ്ട്. ആരുമില്ലാതെ വളരെ കൃത്യമായിട്ട് വരണ്ടേ, ആള് മാറി അറിയാൻ പറ്റൂലല്ലോ. അപ്പൊ ഈ കൃത്യതയും ഈ രൂപവും ഈ കാര്യങ്ങളൊക്കെ ആ പക്ഷികൾക്ക് ഈ രൂപത്തിൽ സംവിധാനിച്ച് എറിയാനോ കൊടുത്തത് ആരാ?
എന്നൊരു ചോദ്യം വരുമ്പോഴാണ് യുക്തിവാദികളൊക്കെ മുട്ടുകുത്തുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർക്കൊക്കെ ഒരു തിരിച്ചറിവിന് വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ ചെയ്തത്. മാത്രല്ല വലിയ വലിയ ആൾക്കാരെ ശിക്ഷിക്കാൻ ചെറിയ ചെറിയ സംഗതികൾ മതിയല്ലോ. ലോകത്തുള്ള എല്ലാ കൊലകൊമ്പന്മാരെയും നിശ്ചലമാക്കിയത് ഒരു വൈറസ് കൊണ്ടല്ലേ അല്ലേ? എല്ലാവരും ഇവിടുന്ന് എല്ലാവരും കെട്ടും കെട്ടി നിശ്ചിത കാലത്തിന്റെ മുമ്പോട് ജനിക്കാത്തവരും പിതാക്കൾ ജനിക്കാത്തവരൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു ആരും പോകണ്ടെന്നു. എല്ലാവരോടും അവിടെ ഇരിക്കണം അല്ലെ? എല്ലാവരോടും ഇരിക്കണം, ആരും പുറത്തു വരുന്നതാണ്. പുറം നാട്ടിലേക്കൊന്നും പോകണ്ട, അവിടെ ഇരിക്കാൻ. വീട്ടിൽ തന്നെ ഭക്ഷണമൊക്കെ ഇങ്ങോട്ട് എത്തിച്ചേരും. എത്ര വലിയ രൂപത്തിലാണ് അള്ളാഹുവിന്റെ ഖുദ്റത്ത്, കഴിവ് എല്ലാറ്റിനും അപ്പുറല്ലേ. അപ്പൊ അബ്ദുൽ മുത്തലിബിന്റെ ധൈര്യം എങ്ങനെ? ഒരു സംഗതിക്ക് മുന്നോട്ടിറങ്ങിയാൽ അടുക്കാൻ ഒരു കുട്ടിക്ക് കഴിയില്ല. ഒരുപാട് തെളിവുകൾ അങ്ങനെ കാണാം നമുക്ക്. ധീരനായ അബ്ദുൽ മുത്തലിബ് വാൾ ഊരിയിട്ട് പറഞ്ഞു, ആരെവിടെ? യാ യസീൽ. ഒരു വിളിയാണത്, ജാഹിലിയ്യ കാലത്തുള്ള ഒരു വിളിയാണ്. ആ ശബ്ദം കേൾക്കുമ്പോഴേക്ക് ആളുകളൊക്കെ ഓടിച്ചാടിപ്പോയി. ഖുറൈശികൾ മൊത്തം വന്ന് ഉത്തരം പറഞ്ഞു. ചോദിച്ചു, എന്താണ് സംഭവം നേതാവേ? മാ ഖിസ്സതുക യാ അബുൽ ഹാരിസ്. അബുൽ ഹാരിസ് എന്ന് അബ്ദുൽ മുത്തലിബിനെ വിളിക്കുന്നൊരു പേരാണ്. അബ്ദുൽ മുത്തലിബിന്റെ മക്കളിൽ മൂത്ത മകന്റെ പേരാണത് ഹാരിസ്. അബുൽ ഹാരിസെ, എന്താണ് സംഭവം? അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഫുഖിദ ബിനി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മോനെ കാണാനില്ല. ആ ഒരു വിഷമമാണ് എനിക്കുള്ളത്. നിങ്ങൾ വാഹനത്തിൽ കയറൂ, ഞങ്ങളും കയറാം. എന്നിട്ട് നമുക്കൊന്ന് തെരഞ്ഞു നോക്കാം, എല്ലാ ഭാഗത്തേക്കും പോയി നോക്കാം. ഫൈൻ സബ്ബഖത ഖൈലൻ സബ്ബഖനാ മഅക്. നിങ്ങൾ കുതിരയെ ഓട്ടിയിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും കുതിരപ്പടയാളികളായി വരാം. വൈൻ ഖുൽത ബഹ്റൻ ഖുൽനാ മഅക്. നിങ്ങളൊരു സമുദ്രത്തിലേക്ക് അങ്ങ് പ്രവേശിച്ചാൽ ഞങ്ങളും കൂടെ പ്രവേശിക്കും. ആ ഒരു പിന്തുണയുള്ള ജനവിഭാഗമാണ് അവിടെ. നാട്ടുകാർ മൊത്താണ്, ഒരു വിങ് ഇങ്ങോട്ട് വന്നതല്ല, മൊത്താണ്. ആ സമൂഹം മൊത്താണ് അബ്ദുൽ മുത്തലിബിന്റെ കീഴിൽ വന്ന് പറയുന്നത്. അംഗീകാരമുള്ള നേതാവാണ്. ഉപ്പാപ്പമാരൊക്കെ അങ്ങനെയാണ്. അതിപ്പോ വിശദീകരിക്കാൻ പറ്റൂല. അജ്ദാദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ പറയുന്ന ഇശ്റൂന ആബ, 20 ഉപ്പാപ്പമാരെ നമ്മളൊക്കെ പേര് പഠിച്ചിട്ടുണ്ട്. ആ ഉപ്പാപ്പമാരൊക്കെ ഓരോ കാലഘട്ടത്തിലെയും നല്ല നല്ല പരിഷ്കർത്താക്കളാണ്. ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട സംഗതികൾക്ക് നേതൃത്വം നൽകിയ വലിയ ധീരന്മാരാണ്. അബ്ദുൽ മുത്തലിബിന്റെ കാലത്താണ് സംസം കിണർ കുഴിച്ചത്. തർക്കം കൊണ്ട് ഉള്ള സ്വർണവും മറ്റൊക്കെ മൂടിയിട്ട് അത് കുഴിച്ചു മൂടിയിരുന്നു. 3 വട്ടം അബ്ദുൽ മുത്തലിബിന് നിർദ്ദേശം വന്നു, സംസം കിണറിന്റെ സ്ഥലം കാണിച്ചു കൊടുത്ത് കുഴിക്കാന്ന് പറഞ്ഞു. കുഴിക്കാന്ന് പറഞ്ഞപ്പോ കൂടെ ആരും നിന്ന് കൊടുത്തില്ല. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, കുഴിക്കാൻ ഞാൻ തീരുമാനിച്ച കുഴിക്കന്നെ ചെയ്യുന്നു. മകനെയും കൂട്ടി, ഹാരിത്ത് എന്ന മകനെയും കൂട്ടി സംസം കിണറാണ് കുഴിച്ച് കുറെ കഴിഞ്ഞപ്പോണ്ട് സ്വർണവും മറ്റുമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചപ്പോ ചില ആൾക്കാരൊക്കെ പറഞ്ഞു, ഞങ്ങളുണ്ട്. ആരും വേണ്ട റബിക്കുളി, ആരും വേണ്ട. പുറത്ത് സ്വർണവും മറ്റേക്ക് വെച്ച പിന്നെ ആൾക്കാർ ഇങ്ങനെ കൂടി വരാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ, ആരും വേണ്ട പൊയ്ക്കുളി എന്ന് പറഞ്ഞു. അവസാനം വരെ കുഴിച്ചു, ക്ലീൻ ആക്കി അങ്ങോട്ട് സംസം കിണർ റെഡിയാക്കി വന്നപ്പോ പലരും വന്നിട്ട് പറഞ്ഞു, കുടിച്ചത് നിങ്ങളാണെങ്കിലും ഞങ്ങൾക്ക് തന്നെയാണ് ഇതിന്റെ അവകാശവും കാര്യങ്ങളൊക്കെ, ഞങ്ങളും ഈ നാട്ടുകാരാന്ന് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, തരൂലെന്ന് പറഞ്ഞു. ഒരു വാക്ക് അങ്ങോട്ട് പറഞ്ഞ ആ വാക്കാണ്. അതാണ് പവറുള്ള നേതാവാന്ന് പറഞ്ഞു, വെറുതെ പറഞ്ഞല്ല. ഈ ധീരത കൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈനി യുദ്ധത്തിൽ മുന്നോട്ട് ചീറിപ്പാഞ്ഞു വരാൻ നോക്കുന്ന ആളുകളോട് പറഞ്ഞത്, അനൻ നബിയ്യു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാ, ധൈര്യമുള്ളവര് വരി. ഒറ്റക്കാന്ന് കരുതിയിട്ടൊക്കെ ശരിയാക്കാന്നല്ല ഞങ്ങളുടെ ഉദ്ദേശം. ഒന്നോടി കുഴപ്പമൊന്നുമില്ല, എനിക്ക് ധൈര്യത്തിന് കുറവില്ല. അബ്ദുൽ മുത്തലിബിന്റെ മോൻ ഒറ്റക്കല്ലേ എന്റെ ഉപ്പാപ്പ, എന്റെ വല്യുപ്പ കിണർ കുഴിച്ചത്. കൂടെ മൂത്തൊരു മകനും കൂട്ടിക്കൊടുത്തില്ലേ? നിങ്ങളെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ സഹായത്തിന് വന്നോ? അത്രയും പ്രയാസപ്പെട്ട ആ വലിയ സുഹൃതം നിർവഹിക്കുമ്പോ വെള്ളം അങ്ങോട്ടായ സമയത്ത് കുടിക്കാൻ പിന്നെ തർക്കം കൂടി. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഇത് തീരുമാനിക്കാൻ ഒരു മധ്യസ്ഥനെ കണ്ടെത്താൻ വേണ്ടി നമുക്ക് പോകാം യമനിലേക്ക്. അവിടെ കുറെ ആളുകളുണ്ട്, കുറെ പണ്ഡിതന്മാരൊക്കെ ഉള്ള നാടാണ്, അങ്ങോട്ട് പോകാന്നോ. പോകുന്ന വഴിയിൽ അബ്ദുൽ മുത്തലിബും ഒരു കൂട്ടരും ഒരു ഭാഗത്ത്, വേറെ കുറെ ആളുകൾ അവകാശവാദം ഉന്നയിച്ച് വേറൊരു ഭാഗത്ത്. യാത്രക്കിടയിൽ അബ്ദുൽ മുത്തലിബിന്റെ കൂടെയുള്ള ആളുകൾക്ക് വെള്ളം ആവശ്യം വന്നു. യാത്രയിൽ ഒരു വെള്ളം ചോദിച്ചാൽ കൊടുക്കൽ സ്വാഭാവികല്ലേ?
അവിടെ ഇനി വ്യത്യാസമുണ്ടോ? അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങളെ കൂടെ വെള്ളല്ലേ, വെള്ളം തരണം. തരൂലെന്ന് പറഞ്ഞവര്. മറുപക്ഷത്തുള്ള ആൾക്കാർ തരൂലെന്ന് പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് യാത്ര ഒരു ഭാഗത്ത് നിർത്തിയിട്ട് കൂടെ ഉള്ളവരോട് പറഞ്ഞു, ഇവിടെ കുഴിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ കുഴിക്കണം, അള്ളാഹു നമുക്ക് വെള്ളം തരും, ഇവിടെ കുഴിക്കണം. നമ്മൾ സത്യത്തിന്റെ പക്ഷത്തല്ല, അള്ളാഹു വെള്ളം തരുന്നു. വെള്ളം കിട്ടുന്ന ഒരു സാധ്യതയില്ലാത്ത സ്ഥലത്ത് കുഴിച്ചു, വെള്ളം കിട്ടി. വെള്ളം കിട്ടിയപ്പോ അവര് പറഞ്ഞു, നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനമായിട്ടുണ്ട്. കാരണം ഈ മരുഭൂമിയുടെ ഉണക്കപ്പറമ്പിൽ ഇങ്ങനെ വെള്ളം നിങ്ങൾക്ക് അള്ളാഹു തആല നിങ്ങൾ കുഴിക്കാൻ പറഞ്ഞു കുഴിച്ചിട്ട് തന്നെങ്കിൽ ആ സംസമിന്റെ അധികാരവും മേൽനോട്ടൊക്കെ നിങ്ങൾക്ക് തന്നെയാണ്. ഈ ചർച്ചക്കൊന്നും പോണ്ട, തിരിച്ചു പോവാം. തിരിച്ചു വന്നു. അബ്ദുൽ മുത്തലിബിന്റെ ധീരതയാണ് അത്. 1, 2, 10 രൂപങ്ങളിലെ വ്യത്യസ്ത രൂപങ്ങളിലുണ്ട്. ആ അബ്ദുൽ മുത്തലിബിനോട് സമൂഹം മൊത്തം പറയുന്നത്, സമുദ്രത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ ഞങ്ങളും പ്രവേശിക്കും. ഓ സഹോദരങ്ങളെ, ഇതേ വാർത്തയാണ് പിൽക്കാലത്ത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബദറിലേക്ക് പോകുമ്പോ സ്വഹാബത്ത് പറഞ്ഞത്, അൻസാറുകൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലേ, ഒരഗ്നിപർവ്വതം മുറിച്ചു കടക്കാനാണ് കൽപ്പിക്കുന്നതെങ്കിൽ ഞങ്ങളതിന് റെഡിയാണ്. കര കാണാത്ത ഒരു സമുദ്രം നീന്തിക്കടക്കണമെന്നാണോ നിർദ്ദേശിക്കുന്നത്? അതിനും ഒരുക്കമാണ്. ഒരിക്കലും പിറകോട്ട് ഞങ്ങൾ പോകുന്ന പ്രശ്നമില്ല. കൂടെ ഉറച്ചു നിൽക്കാൻ ഞങ്ങൾ സ്ഥൈര്യമുള്ളവരാണ്. ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല. അബ്ദുൽ മുത്തലിബ് പറയുന്നു, എന്നാൽ നമുക്കൊന്ന് തെരഞ്ഞു നോക്കാം. എല്ലാവരും പല ഭാഗത്തേക്കും പോയി. മക്കയുടെ ഉപരിഭാഗത്തേക്ക് പ്രവേശിച്ചു. മറ്റൊരു വഴിക്ക് താഴ്ഭാഗത്തുകൂടെ ഇങ്ങനെ ഇറങ്ങി വന്നു. സുബ്ഹാനല്ലാഹ്, അന്ന് സത്യത്തിൽ ഒന്നും കണ്ടില്ല, എവിടെയും കാണുന്നില്ല. അബ്ദുൽ മുത്തലിബ് ജനങ്ങളിൽ നിന്ന് മാറിയിട്ട് ഒരു തട്ടം തലയിലേക്ക് വലിച്ചിട്ട് നേരെ പരിശുദ്ധമായ കഅബയുടെ സമീപത്ത് വന്ന് 7 പ്രാവശ്യം ഇങ്ങനെ തവാഫ് ചെയ്ത ശേഷം അല്ലാഹുവിനോട് പറഞ്ഞു, യാ റബ്ബി ഇന്ന മുഹമ്മദൻ ലൻ യൂജദു ഫജമീഉ ഖൗമി കുല്ലുഹും മുതറദ്ദദു. യാ റബ്ബി ഇന്ന മുഹമ്മദൻ ലം യൂജദ് ഫജമീഉ ഖൗമി കുല്ലുഹും മുതറദ്ദിദ്. അല്ലാഹുവേ, എൻ്റെ മോനെ കാണാനില്ല, ജനങ്ങൾ മുഴുവനും ബേജാറിലാണ്, വിഷമത്തിലാണ്. അങ്ങനെ അള്ളാഹുവിനോട് ദുആ ചെയ്തു. വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം, അള്ളാഹുവിനെ വിളിച്ച് അബ്ദുൽ മുത്തലിബ് പറഞ്ഞത്, യാ റബ്ബി റുദ്ദ വലദി മുഹമ്മദാ. അള്ളാഹുവേ, എൻ്റെ മോനെ നീ തിരിച്ചു തരണം. എൻ്റെ മോനെ കണ്ടിട്ടില്ലെങ്കിൽ വല്ലാത്ത ബേജാറാണ്, തിരിച്ചു തരണം. ദുആ കഴിഞ്ഞ ഉടനെ തന്നെ അന്തരീക്ഷത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, മആശിറൽ ഖൗം ലാ തസീഹു. ജനങ്ങളെല്ലാവരും അലറിക്കരയുകയാണ്, നിങ്ങൾ ശബ്ദിക്കരുത്. ഫഇന്ന ലി മുഹമ്മദിൻ റബ്ബാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു റബ്ബുണ്ട്. ലാ യഖ്ദുലുഹു വലാ യുളയ്യുഹു. അല്ലാഹുവിന്റെ റസൂലിനെ നഷ്ടപ്പെടുത്തൂല, പരാജയപ്പെടുത്തൂല, വൃഥാവിലാക്കുകയില്ല, വിഷമിക്കേണ്ടതില്ല. ആ അശരീരിയോട് അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, മല്ലനാ ബിഹി, ആരാണ് ഈ സംസാരിക്കുന്നത്? എവിടെ കിട്ടും? എവിടെയാണ് നബിതങ്ങളെ കിട്ടുക? എവിടെയാണ് എൻ്റെ മോനെ കിട്ടുക? ആരാണ് കൊണ്ടുതരിക? ഉടനെ പറഞ്ഞു, ബിവാദി തിഹാമത്ത ഇന്ദ ഷജറത്തിൽ യുംനാ. തിഹാമയുടെ ചെരുവിലുണ്ട്, ഒരു മരത്തിന്റെ ചുവട്ടിലുണ്ട് മകൻ. അബ്ദുൽ മുത്തലിബ് നേരെ അങ്ങോട്ട് മുന്നിട്ട് ചെന്നു. അതാ വഴിയിൽ വെച്ച്, പോകുന്ന വഴിയിൽ വെച്ച് വറഖത്ത് ബിൻ നൗഫലിനെ കണ്ടപ്പോ മൂപ്പരെയും കൂട്ടി വറഖത്ത് ബിൻ നൗഫലിനോട് പറഞ്ഞു, കുട്ടിയെ കാണാതെ തിരയുകയാണ്. അങ്ങനെ നേരെ അങ്ങോട്ട് കൊണ്ടുപോയി. രണ്ടുപേരും അങ്ങോട്ട് പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ അതിന്റെ ചില്ലകളൊക്കെ ഇങ്ങനെ വലിച്ച് ആ ഇലകളൊക്കെ ഇങ്ങനെ പെറുക്കി അടുക്കി വെച്ച് ഓരോന്നിങ്ങനെ അട്ടിയായി വെച്ച് തങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, മന്നന്തയാ ഗുലാം, കുട്ടി നിങ്ങളാരാണ്? കുട്ടി പറഞ്ഞു, അന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ്, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഫദത്ക നഫ്സി വാന ജദ്ദുക അബ്ദുൽ മുത്തലിബ്, ഞാനാണ് അബ്ദുൽ മുത്തലിബ്, നിങ്ങളെ പിതാമഹൻ ഞാനാണ്. പിന്നെ കുട്ടിയെ ചുമന്നു, വആനഖഹു, ആ കുട്ടിയെ ആലിംഗനം ചെയ്തു, നെഞ്ചിലേക്ക് ഇങ്ങനെ ചേർത്തി പിടിച്ചു. അബ്ദുൽ മുത്തലിബ് കരയാൻ തുടങ്ങി. സന്തോഷത്തിന്റെ അശ്രുകണുക്കളാണ് കുട്ടിയെ കണ്ട സന്തോഷത്തിൽ. പിന്നെ ആ കുട്ടിയെ വാഹനത്തിൽ ചുമന്നു മക്കയിൽ കൊണ്ടുവന്നു.
ഖുറൈശികൾക്ക് സമാധാനമായി, ജനങ്ങൾക്കെല്ലാവർക്കും സമാധാനമായി, എല്ലാ ഭാഗത്തും ആളുകൾക്ക് സന്തോഷമായപ്പോ നഹറ അബ്ദുൽ മുത്തലിബി ശിരീന ജസൂറ 20 ഒട്ടകങ്ങളെ ബലിയറുത്തു. ഒന്നാമത്തെ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജനിച്ച ഉടനെ തന്നെ 3 ദിവസം ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാത്രല്ല സന്തോഷം അപ്പോൾ മാത്രല്ല, പിന്നെ 7 ഭക്ഷണം വേറെ കൊടുത്തില്ലേ, അപ്പോൾ മാത്ര. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൊണ്ട് എപ്പോഴും സന്തോഷമാണ്. അതുകൊണ്ട് ആ സന്തോഷവും ആ ശുക്റും അറിയിക്കാനാണ് തങ്ങൾ ജനിച്ച ദിവസത്തിൽ ഒരു നോമ്പ് അല്ലാഹു തആല നിയമമാക്കിയത്. എന്താ നബിയെ തിങ്കളാഴ്ച നോമ്പിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? അള്ളാഹു അങ്ങനെ നോൽക്കാൻ പറഞ്ഞു നോറ്റോളിന്നാ? അല്ലല്ല, ഫീഹി വുലിത്തു, അന്നാണ് ഞാൻ ജനിച്ചത്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു നോമ്പ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് സൃഷ്ടിക്കപ്പെട്ടതെന്ന വെള്ളിയാഴ്ച, അന്ന് നോമ്പുണ്ടോ? നോമ്പിൽ കറാത്ത. തിങ്കളാഴ്ച ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിലുള്ള ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട്, സന്തോഷം എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരിച്ച് ഫുള്ള് സാപ്പാട് എന്ന് മാത്രം അല്ല, സന്തോഷം എന്ന് പറഞ്ഞാൽ ശുക്ർ എന്നൽക്ക് വരുന്ന എല്ലാ ഇബാദത്തും സന്തോഷമാണ്. മൗലിദ് അത് സന്തോഷമാണ്, സ്വലാത്തല്ലല് സന്തോഷമാണ്, ദിക്ർ ചൊല്ലൽ സന്തോഷമാണ്, ദിക്ർ ചൊല്ലിങ്ങനെ നടക്കൽ സന്തോഷമാണ്, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സന്തോഷമാണ്, നോമ്പ് നോൽക്കൽ സന്തോഷമാണ്, ശുക്രിന്റെ ഭാഗമായിട്ടുള്ള എല്ലാം സന്തോഷമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നോമ്പ് സുന്നത്താക്കിയത്. ഇരിക്കട്ടെ, അബ്ദുൽ മുത്തലിബ് 20 ഒട്ടകങ്ങൾ അറുത്തു. വദബഹ ഷാ വൽ ബഖറ, ആടും അറുത്തു, പശുക്കളെ അറുത്തു. ഇവിടെ എന്താ അറക്കണ? ആടോ? ഇവിടെ എന്താ അറക്കണത്? പോത്തുണ്ടോ? പോത്ത് പിന്നെ മലപ്പുറം പാരമ്പര്യം എന്നുള്ള കേൾക്കോട്ടെ, ആടുണ്ട്. അതൊക്കെ അറുത്ത് സന്തോഷം. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വലിയൊരു സന്തോഷല്ലേ. ജനങ്ങളൊക്കെ വിളിച്ചുകൂട്ടി ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു, മക്കക്കാർക്ക് പരിസരവാസികൾക്കൊക്കെ ഭക്ഷണം കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഇതേ രൂപത്തിൽ ചെറുപ്പത്തിൽ മറ്റൊരു സന്ദർഭത്തിലും കാണാതെ ആയിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പ്രത്യേകം അബ്ദുൽ മുത്തലിബ് വിളിച്ചു ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹയെ പറഞ്ഞിരുന്നു, കുട്ടിയെ നല്ലോണം സൂക്ഷിക്കണം, പല ഭാഗത്തുകൂടെയും ജൂതന്മാര് വരും, അസൂയാലുക്കൾ വരും, കുട്ടിയെ നന്നായി സൂക്ഷിക്കണം. ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ഒരു വഴിക്ക് പോകുമ്പോൾ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ എന്തോ ഒരു കാര്യത്തിന് മറ്റൊരു വഴിക്ക് തിരിഞ്ഞു. ചെറിയൊരു സമയം, പിന്നെ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാനില്ല. ആകെ ബേജാറായി. അന്ന് അബ്ദുൽ മുത്തലിബ് കൂടെ തെരഞ്ഞു, പല ഭാഗത്തും തെരഞ്ഞു. അങ്ങനെ പരിശുദ്ധമായ കഅബന്റെ മുറ്റത്തേക്ക് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൊണ്ടുവന്നത് അബൂജഹലാണ്. അബൂജഹൽ ഇങ്ങനെ ഒരു വഴിക്ക് വരുമ്പോ ഒറ്റക്ക് നിൽക്കുന്നുണ്ട് മരുഭൂമിയിൽ. അപ്പൊ അബൂജഹൽ ഇങ്ങനെ നോക്കി, അതെ നമ്മളാ കുട്ടിയാണല്ലോ, അബ്ദുൽ മുത്തലിബിന്റെ പൗത്രനാണല്ലോ നിൽക്കുന്നത്. വിളിച്ചു, മോനെ എന്താ അവിടെ ഒറ്റ നിൽക്കുന്നത്? പൊരിന്ന് പറഞ്ഞു. കയറി വാഹനത്തിൽ കയറാൻ പറഞ്ഞു. ആദ്യം പിൻഭാഗത്ത് പിൻസീറ്റിലാണ് കയറ്റിയത്. പിൻസീറ്റിൽ കയറ്റിയപ്പോ വാഹനം മുന്നോട്ടില്ല, സ്റ്റക്കായി. കാരണം അതൊരു സുഖമില്ലാത്ത പാട്. കയറ്റേണ്ട സ്ഥലത്ത് വേണം കയറാൻ, അപ്പോഴേ അത് മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ അബൂജഹലിന് കാര്യം മനസ്സിലായി. അബൂജഹൽ ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് കയറ്റി, അബൂജഹൽ പിന്നിൽ കയറി വാഹനം ഓടിച്ചു. അപ്പോൾ വാഹനം അതാ പോകുന്നു, ഒരു കുഴപ്പമില്ല. കാരണം അതിനൊക്കെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്, അതനുസരിച്ച് വരണം. അബൂജഹലിന് ആ കാലത്ത് തന്നെ അല്ലാഹു തആല ഈ തിരിച്ചറിവ് കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടിക്കാലത്ത് ഈ കുട്ടിയെ കൊണ്ടുള്ള ഒരു വലിയൊരു ബഹുമാനം, ആ വാഹനം സഞ്ചരിക്കാത്ത രൂപത്തിൽ അവിടെ തടസ്സം നിന്നത് അബൂജഹലിന് മനസ്സിലായല്ലോ. സംഗതി ഇങ്ങനെയാണ്. കുട്ടിയെ തിരിച്ചെത്തിയിട്ട് പറഞ്ഞു, അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, ഈ കുട്ടി സാധാരണ കുട്ടിയല്ല കേട്ടോ. അന്ന് അബൂജഹൽ പറഞ്ഞു, ഈ കുട്ടി സാധാരണ കുട്ടിയല്ല. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ശരിയാണ്, ഇന്ന ലിബ്നി ലശഅ്നൻ അളീമാ, എന്റെ മോനൊരു മഹത്തായ സംഭവം വരാനുണ്ട്. അതിന്റെ മുന്നോടിയായിട്ടുള്ള സൂചനകളും അടയാളങ്ങളുമാണ് ഈ തന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ നെഞ്ചു കീറിയ ആ ഒരു സംഭവം പറഞ്ഞു, അത് ചരിത്രത്തിൽ വീണ്ടും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഒരു വിശാലതയാണത്. ശറഹുസ് സദർ, അതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് ഈ ശഖ്ഖുസ് സദർ, നെഞ്ചു പിളർത്തുന്ന സംഭവം. വീണ്ടും 3 പ്രാവശ്യം കൂടി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഒന്ന് 20-ാമത്തെ വയസ്സ്, ഇബ്നു ഹിഷാം അടക്കമുള്ള ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്ന അങ്ങനെ 20-ാമത്തെ വയസ്സിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതുപോലെ ഒരു ശഖ്ഖുസ് സദർ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം പിന്നീട് 40-ാമത്തെ വയസ്സിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ്.
ആളുകളിലേക്ക് ഇറങ്ങാൻ വേണ്ടി അല്ലാഹു തആല ഉത്തരവ് കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഒരു സംഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്നുണ്ടായത് ഇസ്രാഇന്റെ സമയത്ത് രാത്രിയിൽ അങ്ങനെ 4 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഇസ്രാവും ഒരു വല്ലാത്തൊരു സംഭവമാണ്. അതിനുവേണ്ടി ആ ചുരുങ്ങിയ സമയത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിവരങ്ങൾ ഒന്നും വിടാതെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും വസ്തുനിഷ്ഠമായി വിവരിച്ചു കൊടുക്കാനും സ്വർഗവും നരകവും മറ്റു യാഥാർത്ഥ്യങ്ങളും ദൃഷ്ടാന്തങ്ങളും മുഴുവനും കണ്ടത് ഒന്നും മറക്കാതെ കൃത്യമായി പറഞ്ഞു കൊടുക്കാനും അല്ലാഹു നൽകിയ വലിയൊരു വിശാലത. അതുകൊണ്ടാണ് അലം നശ്റഹ് ലക സ്വദ്റക്, സ്വദ്റിനെ വിശാലമാക്കി തന്നില്ലയോ? ആ വിശാലത പ്രധാനമായും ബിൽ മഅരിഫ, മഅരിഫത്ത് കൊണ്ട്, ജ്ഞാനം കൊണ്ട്. ലോകത്ത് ഇത്ര അറിവ് നൽകപ്പെട്ട ഒരു മഹാവ്യക്തിത്വം വേറെയില്ല. ഏറ്റവും വലിയ അറിവ് നൽകപ്പെട്ട വ്യക്തിത്വം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് അല്ലാഹു നൽകിയ ആ അറിവിന്റെ വിശാലതയിലേക്ക് അല്ലാഹു പഠിപ്പിക്കുകയാണ്. അലം നശ്റഹ് ലക സ്വദ്റക്. ഇത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. ഈ ശർഹു സ്വദ്റിന് വേണ്ടി, വിശാലമായ അറിവിന് വേണ്ടി പ്രാർത്ഥിച്ചു ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. റബ്ബി ശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രാർത്ഥിക്കാതെ തന്നെ അനുഗ്രഹം, ഔദാര്യം എന്നൽക്ക് തങ്ങൾക്ക് ഔദാര്യമായി നമ്മൾ ഇത് തന്നില്ലേ നബി? അലം നശ്റഹ് ലക സ്വദ്റക്. വിശാലമായ മാനസികാവസ്ഥ, വിശാലമായ അറിവ്, എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും എല്ലാ വ്യക്തികളെ സംബന്ധിച്ചും ദുനിയാവിനെ പറ്റിയും ആഖിറത്തിനെ പറ്റിയും ഒക്കെ വിശാലമായ അറിവ് തങ്ങൾക്ക് തന്നില്ലയോ? ഇത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ആ അറിവിന്റെ ഉയർച്ച ചെറിയ ഉയർച്ചയല്ല. അതിന്റെ ഓരോ മാർഗങ്ങളായിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. ഇത് കഴിഞ്ഞ ശേഷം ഹലീമ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ നേരെ കുട്ടിയെയും കൊണ്ട് ചെന്നു ആമിന ബീവി റളിയല്ലാഹു അൻഹ അടുത്തേക്ക്. ആമിന ബീവി റളിയല്ലാഹു അൻഹയോട് ഞാൻ നടന്ന സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു. അപ്പോൾ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ താമസിച്ചോട്ടെ, പ്രശ്നമില്ല. അബ്ദുൽ മുത്തലിബിനോട് ആദ്യം ഇത് വിവരിച്ചു കൊടുത്തു, കുട്ടിയെ കൊണ്ടുവരാനുണ്ടായ കാരണങ്ങളും ശേഷം ജോൽസിന്റെ അടുത്ത് പോയതും അവിടെ നിന്നുള്ള പ്രതികരണങ്ങളും ഒക്കെ അറിയിച്ചു കൊടുത്തു. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, നിങ്ങൾ പ്രശ്നമാക്കേണ്ടതില്ല, കുട്ടി എന്റെ സമീപത്ത് താമസിക്കട്ടെ. ആ വർത്തമാനങ്ങൾ മുഴുവനും കേട്ട് അബ്ദുൽ മുത്തലിബ് കുട്ടിയെ ഒന്നുകൂടി അണച്ചുകൂട്ടി പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, യാ ഹലീമ ഇന്ന ലിബ്നീ ലശഅനൻ അദീമാ. എന്റെ ഈ മോന് മഹത്തായ ഒരു കാര്യം വരാനുണ്ട്. വദിത്തു അന്നീ ഉദ്രിക്കു ദാലിക സമാൻ. ആ കാലത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, എന്ന് ഞാനിപ്പോൾ ആശിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ, അഥവാ ആ നുബൂവത്ത് അതിന്റെ വ്യാപനത്തിൽ, അതിന്റെ പ്രഖ്യാപനത്തിൽ ജനങ്ങളിലേക്ക് തങ്ങൾ ഇറങ്ങുന്ന ഒരു സന്ദർഭം അന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹയോട് ബഹുമാനപ്പെട്ട ഹലീമ ബീവി റളിയല്ലാഹു അൻഹ ആവശ്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോ ഹലീമ ബീവി റളിയല്ലാഹു അൻഹയോട് ഉമ്മ പറയുന്നത്, ഓ ഹലീമ ബീവി, നിങ്ങൾ കുട്ടിയെ മടക്കിക്കൊണ്ടുവന്നു, നല്ലോണം താല്പര്യപ്പെട്ടിരുന്നല്ലോ അവിടെ നിൽക്കാൻ. കുട്ടിയുടെ മേല് ശൈത്താനെ പേടിച്ചുപോയി. അങ്ങനത്തെ ഒരു സന്ദർഭമാണ് എന്റെ മോന് ലംറത്ത് കണ്ടത്, മറ്റു കുട്ടികളൊക്കെ കണ്ടത്. ഉടനെ ആമിന ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ കുട്ടിയുടെ മേല് ശൈത്താനെ നിങ്ങൾക്ക് പേടിയോ? ഖല്ലാ വല്ലാഹി മാലി ശൈത്താനി അലൈഹി മിൻ സബീൽ. എന്റെ കുട്ടിയുടെ സമീപത്തേക്ക് പിശാചിന് ഒരു വഴിയുമില്ല, ഒരു മാർഗവുമില്ല. എന്റെ കുട്ടിയെ പിന്തിരിപ്പിക്കാനോ ദുർബോധനം നടത്താനോ പിശാചിനൊരു കഴിവുമില്ല. വ ഇന്ന ലിബ്നി ഹാദാ ശഅനൻ. എന്റെ മോനൊരു മഹത്തായ കാര്യം പിന്നീട് വരാനുണ്ട്. എന്നിട്ട് ഹലീമ റളിയല്ലാഹു അൻഹയോട് ആമിന ബീവി പറഞ്ഞു, ഒരു വിഷയം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. റഅയ്തു ഹീന ഹമൽതു ബിഹി. ഈ കുട്ടിയെ ഗർഭധാരണം ചെയ്തപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച, അൻ ഖറജ മിന്നീ നൂറുൻ അളാഅ ലഹു ഖുസൂറു ബുസ്റാ മിൻ അർളിശ്ശാം. ഈ കുട്ടിയെ ഗർഭം ചുമന്നപ്പോഴേക്ക് എന്റെ ശരീരത്തിന്റെ ഉൾഭാഗത്തിൽ നിന്നൊരു പ്രകാശം പൊട്ടിപ്പുറപ്പെട്ടു. ആ പ്രകാശം ഇങ്ങനെ പോയപ്പോ പ്രകാശത്തിലൂടെ ഞാൻ കണ്ടത് ഷാം ഭൂമിയിൽപ്പെട്ട ബുസ്റ കൊട്ടാരമാണ് കണ്ടത്. അതേ, മറഅയ്തു മിൻ ഹംലിൻ ഖത്തു കാന ഖഫ മിൻഹു വലാ ഐസർ.
ഇത്ര എളുപ്പമുള്ളൊരു ഗർഭധാരണവും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഈ കുട്ടി ഭൂമി ലോകത്തേക്ക് വന്നപ്പോൾ സുജൂദ് ചെയ്ത സംഭവവും, സുജൂദിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് കൈകൾ ഉയർത്തിയിട്ട് മേലോട്ട് കണ്ണും ഉയർത്തിയിട്ട് ദ്വാരക്കുന്ന സന്ദർഭവും ഒക്കെ വിവരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങൾ സന്തോഷപൂർവ്വം തിരിച്ചു പോയിക്കോളൂ, ഒരു വിഷമവും നിങ്ങൾക്ക് വരാനില്ല. മറ്റു ചില റിപ്പോർട്ടിൽ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഈ കുട്ടിയെ എൻ്റെ അടുത്ത് ഈ കുട്ടി താമസിക്കുന്ന സന്ദർഭത്തിൽ ആ കുട്ടിയെയും കൊണ്ടൊരു വഴിക്ക് ഞാനിങ്ങനെ പോയപ്പോ ഈ കുട്ടിയുടെ സമീപത്തുകൂടെ ഒരു കൂട്ടം ജൂതന്മാര് നടന്നുപോയി. അപ്പൊ അവര് അവിടെ നിന്നിട്ട് ചോദിച്ചു എന്നോട്, ഹലീമ ബീവി പറയാണ്, എന്നോട് ചോദിച്ചു, ഈ കുട്ടി ഏതാണ്, നിങ്ങൾ ഈ ചുമന്ന കുട്ടി ഏതാന്ന് ചോദിച്ചു. അപ്പൊ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഈ കുട്ടിയിൽ നിന്നുണ്ടായ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ കുട്ടികൾ പറഞ്ഞു, ആ ജൂതന്മാര് പറഞ്ഞു, നമ്മൾ വേദഗ്രന്ഥത്തിലൂടെ വായിച്ചറിഞ്ഞ കുട്ടിയാണല്ലോ ഇത്, അടയാളങ്ങളും കാര്യങ്ങളും കേൾക്കുമ്പോ അങ്ങനെ ഉണ്ടല്ലോ. എന്നിട്ട് ചോദിച്ചു, അവ യതീമുൻ ഹാദാ, ഈ കുട്ടി യതീമാണോ എന്ന് ചോദിച്ചു. ഹലീമ ബീവി റളിയല്ലാഹു അൻഹക്ക് മനസ്സിലായി ഇവർക്കെന്തോ ഒരു ദുരുദ്ദേശമുണ്ട്, ഓരോന്നോരോന്ന് എണ്ണി ചോദിക്കുമ്പോ. അപ്പൊ ഈ കുട്ടിയെ സംരക്ഷിക്കാനുള്ള ഉമ്മ ഞാനാണ്, എന്റെ ഭർത്താവാണ് ഇപ്പുറത്തുള്ളതെന്ന് പറഞ്ഞു. ഭർത്താവാണ് ഇപ്പുറത്തുള്ളത് പറയുമ്പോ അവര് മനസ്സിലാക്കി ഈ കുട്ടിയുടെ വാപ്പയെന്ന് മനസ്സിലാക്കി പിന്തിരിഞ്ഞു പോയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ്. എന്തോ ഒരു ദുരുദ്ദേശം അവർ സംസാരത്തിൽ തോന്നിയപ്പോ. എന്നിട്ട് അവര് പറഞ്ഞു, ലൗകാന ഹാദാ യതീമൻ ഖതൽനാ, ഈ കുട്ടി യതീമാണ് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ കൊന്നുകളയുമായിരുന്നു. കാരണം ഈ കുട്ടിയുടെ ശരീരത്തിലും സ്വഭാവത്തിലും നോട്ടത്തിലൊക്കെ നുബുവത്തിന്റെ ധാരാളം അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. മറ്റൊരു സന്ദർഭത്തിൽ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെയും കൊണ്ട് ഉക്കാദ ചന്തയിൽ പോയി. ഉക്കാദ ചന്തയിൽ പോയപ്പോ, ജാഹിലിയ കാലഘട്ടത്തിലുള്ള വലിയൊരു ചന്തയാണ്, അവിടെ എത്തിയപ്പോ ധാരാളം ആളുകൾ ഹജ്ജിന്റെ സീസൺ ആകുമ്പോ ആ ചന്തയിൽ വന്ന് തമ്പടിക്കാറുണ്ട്. അവിടെ വന്നപ്പോ ജ്യോത്സ്യന്മാരിൽപ്പെട്ട ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. തുറിച്ചു നോക്കുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. വീണ്ടും വീണ്ടും നോക്കിയിട്ട് പറഞ്ഞു, യാ അഹ്ലൽ ഉക്കാദ്, ഉക്കാദുകാരെ, ഉഖ്തുലു ഹാദൽ ഗുലാം, ഈ കുട്ടിയെ കൊന്നുകളയണം, ഈ കുട്ടി കാരണമാണ് ഇവിടെ മാറ്റങ്ങൾ വരാനുള്ളത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ഇത് പറഞ്ഞപ്പോൾ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ആ കുട്ടിയെയും കൊണ്ട് അവിടെ നിന്ന് ഉടനെ പുറപ്പെട്ടു. കാരണം അവരെന്തെങ്കിലും ചെയ്തേക്കുമോ എന്ന് എനിക്ക് പേടിയായി. ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഹലീമ ബീവി റളിയല്ലാഹു അൻഹ കുട്ടിയെ ഒരാൾക്കും വിട്ടുകൊടുത്തിട്ടില്ല. പക്ഷേ ഒരു സന്ദർഭത്തിൽ അങ്ങനെ വന്നു. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് ഒരു അറാഫിന്റെ ലക്ഷണം നോക്കി പറയുന്ന ഒരാൾ അടുത്തേക്ക് പോയി. അയാൾ കുട്ടികളെ ലക്ഷണം നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അയാൾ നോക്കിയപ്പോൾ അയാൾ അവിടെ നിന്ന് അട്ടഹസിച്ചു, യാ മാശറ ഹുദൈൽ, ഓ ഹുദൈൽ സമൂഹമേ, അറബ് സമൂഹമേ, എല്ലാവരും സീസൺ സമയമാണ്, ചന്തയിൽ നിന്ന് അങ്ങോട്ട് വന്നു, ഈ കുട്ടിയെ നിങ്ങൾ കൊന്നുകളയണം. അത് പറഞ്ഞപ്പോഴേക്ക് ഹലീമ റളിയല്ലാഹു അൻഹ കുട്ടിയെ കൈപിടിച്ചുകൊണ്ട് നേരെ പോയി. പിന്നൊന്നും ചോദിക്കാനോ പറയാനോ നിന്നില്ല. ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, ആ കുട്ടി ഏതാണ്, ആ കുട്ടി ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ കുട്ടിയെ പെട്ടെന്ന് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ കൊണ്ടുപോയി മറച്ചു വെച്ചു. പിന്നെ അവർക്ക് കാണിച്ചില്ല. പലരും വന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു, ആർക്കും കാണിച്ചു കൊടുത്തില്ല. അപ്പോഴൊക്കെ ഹലീമ ബീവി റളിയല്ലാഹു അൻഹക്ക് പേടിയാണ്. ഈ സംഭവങ്ങളൊക്കെ ആമിന ബീവി റളിയല്ലാഹു അൻഹയോട് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ ആമിന ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഈ കുട്ടിക്ക് അല്ലാഹു തആല വലിയ കാവൽ നൽകിയിട്ടുണ്ട്. ഞാൻ കണ്ട സന്ദർഭങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കുട്ടി ഇവിടെ ആക്കിയിട്ട് നിങ്ങൾ തിരിച്ചു പോകണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമ ബീവിക്ക് വലിയ സ്ഥാനമാണ് പിന്നീട് നൽകിയത്. തങ്ങൾ ആ വീട്ടിൽ താമസിച്ചു എന്നൊരു ബഹുമാനം കൊണ്ട്
ആ കുടുംബത്തിന് മൊത്തം അല്ലാഹു തആല ഹിദായത്തിന് മാർഗം നൽകി. ഹലീമ ബീവി റളിയല്ലാഹു അൻഹാ പുറത്ത് കുട്ടിയെയും കൊണ്ട് പുറത്തു പോകുമ്പോ സഹോദരിമാരോട് പറഞ്ഞിരുന്നു, ചില റിപ്പോർട്ടിൽ അങ്ങനെയുണ്ട്, ഈ കുട്ടിയെ നിങ്ങൾ കൊണ്ടുപോകുമ്പോ, നിങ്ങളൊക്കെ ആടുകളുടെ കൂട്ടത്തിൽ പോകുമ്പോ ഈ കുട്ടിയെ തണലുള്ള ഒരു ഭാഗത്ത് പ്രത്യേകം പിടിച്ചിരുത്തണം, നിങ്ങളെ കൂടെ വെയിലത്തേക്ക് കൊണ്ടുപോകരുത്. അപ്പൊ കൂട്ടത്തിൽ സഹോദരി പറഞ്ഞു, യാ ഉമ്മാ മാ വജദ അഖീ ഹർറാ, എന്റെ സഹോദരൻ ഒരിക്കലും ചൂട് ഏൽക്കാറില്ല. ഇന്നലെയും മിനിയാന്നൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, റഅയ്തു ഗമാമതൻ തുദില്ലു അലൈഹി, ഒരു മേഘങ്ങനെ തണലിട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഉമ്മ. വഇദാ വഖഫ വഖഫത്, തങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് മേഘം അവിടെ നിൽക്കുകയാണ്. തങ്ങൾ അങ്ങനെ നടക്കുമ്പോ, ഈ കുട്ടി അങ്ങനെ നടക്കുമ്പോ മേഘവും കൂടെ നടക്കുകയാണ്. അതുകൊണ്ട് തണലുള്ള മരത്തിന്റെ ചുവട് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണിത്? കുട്ടിക്കാലത്താണിത്, ചെറിയ പ്രായത്തിലാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസാധാരണത്വങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ കുട്ടികളെ പോലെ വളർന്നതല്ല, സാധാരണ കുട്ടികളെ പോലെ വികസിച്ചതല്ല, വലുതായതല്ല. ചെറുപ്പത്തിലെ അല്ലാഹു തആല തങ്ങൾക്ക് ഇസ്മത്ത് നൽകിയിട്ടുണ്ട്, കാവൽ നൽകിയിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞില്ലേ, ബുഗ്ളത്തിലയ്യൽ ഔസാൻ, കുട്ടിക്കാലത്ത് തന്നെ വിഗ്രഹങ്ങൾ എനിക്ക് വെറുപ്പായിരുന്നു, അവരുടെ ആഘോഷങ്ങൾ, ആരാധനകൾ, നേർച്ചകൾ എനിക്ക് വെറുപ്പായിരുന്നു. അത്തരത്തിലുള്ള ഒരു സംഗതിയിലും പങ്കെടുക്കാനോ അവരെ കൂട്ടത്തിൽ കൂടാനോ ഒരിക്കൽ പോലും പോകാൻ എനിക്ക് തോന്നിയിട്ടില്ല. അതൊക്കെ എന്റെ മനസ്സിലേക്ക് വല്ലാത്ത വെറുപ്പായിരുന്നു. അള്ളാഹു നൽകുന്ന വലിയൊരു കാവലാണ്. എത്രയോ കുട്ടികൾ അവിടെ ആടിയും പാടിയും കളിക്കാറുണ്ട്. അത്തരത്തിലുള്ള ആഘോഷത്തിൽ നാട് നീളെ പങ്കെടുക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരത്തിൽ ഒരു സന്ദർഭത്തിലും തങ്ങളെ കാണാൻ കഴിയില്ല. തങ്ങൾക്ക് അല്ലാഹു തആല അപ്പോഴേക്ക് തന്നെ വലിയ കാവൽ കൊടുത്തിരിക്കുകയാണ്. സാധാരണ കുട്ടികള് കുട്ടിക്കാലത്ത് അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ഒരുപക്ഷെ ചെറിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നടക്കുന്ന സന്ദർഭങ്ങളില്ലേ, അതുപോലും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിട്ടില്ല. അല്ലാഹു നൽകിയ വലിയ കാവലാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ വസ്ത്രമിട്ട് ചെറിയ നിക്കറിട്ട് നടക്കുന്നൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല. ഫുൾ വസ്ത്രമാണ് എപ്പോഴും തങ്ങൾ ധരിച്ചിരുന്നത്. ആ ഒരു വലിയ പരിശുദ്ധിയാണ് തങ്ങൾക്ക് അല്ലാഹു നൽകിയിരുന്നത്. കുട്ടിക്കാലത്ത് തന്നെ മേഘം നടക്കുന്നത്, മേഘം തണലിട്ട് കൊടുക്കുന്നത് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ കുട്ടികൾ കാണുകയാണ്. ഉമ്മ ചോദിച്ചു, ഉമ്മ ചോദിച്ചു, മോളെ നീ പറയുന്നത് സത്യമാണോ? ഉമ്മ, സത്യമാണ്, ഈ അല്ലാഹു തന്നെയാണ് സത്യം, ഞാൻ അങ്ങനെ കാണാറുണ്ട്. ഹലീമ റളിയല്ലാഹു അൻഹ പറയും, അഊദു ബില്ലാഹി മിൻ ശർരി മാ നഹ്ദർ വലാ ഇബ്നി, എന്റെ മകന്റെ മേൽ ഞാൻ പേടിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു. ഈ കുട്ടിക്ക് വലിയ കാവലാണ് അല്ലാഹു തആല നൽകിയിരിക്കുന്നത്, ചെറിയ കാവലല്ല. ഈ ഒരു ബന്ധം കാരണം ഹലീമ ബീവി റളിയല്ലാഹു അൻഹയോട്, ഹലീമ ബീവിയോട് ജീവിതത്തിന്റെ അവസാനം വരെ വലിയ ബഹുമാനത്തോടെ വർത്തിച്ചിരുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വിവാഹം കഴിച്ച ശേഷം ഹലീമ ബീവിയുടെ ജീവിതത്തിൽ ചെറിയ പ്രാരാബ്ദങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള വിഷയം അറിഞ്ഞപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് സംസാരിച്ചു. ചരിത്രം സുദീർഘമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഹലീമ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങൾ മനസ്സിലാക്കിയപ്പോ ഖദീജ ബീവിയോട് സംസാരിച്ചു. എന്റെ ഉമ്മ എനിക്ക് മുലയൂട്ടിയും എനിക്ക് വലിയ ശിക്ഷണവും തന്ന ഹലീമ ബീവി റളിയല്ലാഹു അൻഹ വലിയ പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞപ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്താ വേണ്ടത്? ഞാനൊരു 20 ആടിനെ തരാം, 20 ഒട്ടകങ്ങളെയും തരാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊണ്ടുപോയി കൊടുക്കുകയാണ് ഹലീമ ബീവിക്ക്. സുബ്ഹാനല്ലാഹ്. പിന്നെ എപ്പോഴും വരുമ്പോഴും മറ്റു റിപ്പോർട്ടിൽ കാണാം 20 അല്ല കൊടുത്തത്, 40 ശാത്തൻ വ ബഈറാ, 40 ആടുകളെ 40 ഒട്ടകങ്ങളെ കൊടുത്തത്. ഉമ്മയോടുള്ള, ഹലീമ ബീവിയോടുള്ള ഒരു ബന്ധമാണത്. സത്യത്തിൽ മുലയൂട്ടിയ മാതാവാണെങ്കിലും വലിയൊരു ബന്ധമാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ബന്ധം നൽകുന്നത്.
പിന്നീട് കാണാം ഹുനൈൻ യുദ്ധ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ അതിലൂടെ ഒരു സംഘത്തിലൂടെ പോകുമ്പോൾ തങ്ങളെ കാണാൻ വേണ്ടി വന്നു. ഞങ്ങളൊരു ഭാഗത്തിരിക്കുന്നുണ്ട്. കാണാൻ വേണ്ടി വന്നപ്പോൾ എങ്ങനെയാ സ്വീകരിച്ചതെന്നറിയാം? അവിടുത്തെ തലയിലുള്ള തലപ്പാവ് നിലത്ത് വിരിച്ചിട്ട് ഉമ്മാനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ആ തലപ്പാവിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു ബഹുമാനമാണ്! മാതാക്കളോട് കാണിക്കേണ്ട ബഹുമാനമാണ് നമ്മെ ഈ പഠിപ്പിക്കുന്നത്. സ്വന്തം മാതാവിനോട് നമ്മൾ കാണിക്കേണ്ട ബഹുമാനം, ആ തലപ്പാവിനുള്ള സ്ഥാനം എത്രമാത്രം വലുതാണ്. ഇങ്ങനെ ഒരു രംഗം കണ്ടതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലപ്പാവ് ഇങ്ങനെ വിരിച്ചു കൊടുത്ത് ഇങ്ങനെ ഒരു ബഹുമാനിച്ച അവസ്ഥ കണ്ടതുകൊണ്ട് പിന്നീട് പിൽക്കാലത്ത് ആ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ വരുമ്പോ മുണ്ടയിച്ച് വിരിച്ചു കൊടുത്ത് ഇരിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. കാരണം ഈ ഉമ്മയെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചത് തലപ്പാവ് അയച്ച് തായിരുത്തി ബഹുമാനത്തോടെയല്ലേ. അതുകൊണ്ട് എന്റെ തലപ്പാവും ഞാൻ അയച്ചു കൊടുക്കട്ടെ, ഇരിക്കുമ്മാ. ഹദീസിൽ കാണാം പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലത്തും ഇതുപോലെ ചെയ്തിരുന്നു. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ബഹുമാനമാണ്. പലരും ചോദിച്ചിരുന്നു അള്ളാഹുവിന്റെ റസൂലിനോട്, ആരാണ് ആ വന്ന പെണ്ണാരാണ്? വിധങ്ങളെ മറുപടി, ഉമ്മീ അല്ലതീ അർളഅത്നി, എനിക്ക് മുലയൂട്ടിയ മാതാവാണ്, എനിക്ക് മുലയൂട്ടിയ മാതാവാണ്. അതുകൊണ്ട് ആ മാതാവിനോടുള്ള ബഹുമാനമാണ് ഞാൻ ഈ കാണിച്ചത്. നമ്മെ പ്രസവിച്ച മാതാവിന്, ജന്മം നൽകിയ മാതാവിന് എത്രമാത്രം വലിയ ബഹുമാനമുണ്ട്. ആ ബഹുമാനം ചെറിയ ബഹുമാനമല്ല. അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇരിക്കാൻ അവിടെ ഒരു കസേരയുണ്ട്. നമ്മളെ വീട്ടില് ഉമ്മ നിൽക്കുകയാണ്. ഉമ്മാനോട് ഇരിക്കാൻ പറയണം. ഈ ഉമ്മ ഇരിക്കുന്നില്ലെങ്കിൽ നമ്മളോട് ഇരിക്കാൻ സമ്മതം തന്നെങ്കിലാ നമ്മൾ ഇരിക്കേണ്ടത്. ഉമ്മാനോട് ഉപ്പാനോടുള്ള ബഹുമാനം എത്ര വലുതായാലും, എത്ര സ്ഥാനമുള്ളവരായാലും, എത്ര ബഹുമാനമുള്ളവരായാലും ഒരു നിലക്കും കുറയാൻ പാടില്ല. നല്ലോണം കൂട്ടിക്കൂട്ടി കൊണ്ടുവരണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ താരാട്ട് പാടുന്ന സമയത്ത് ഷൈമാ ബീവി റളിയല്ലാഹു അൻഹ തൊട്ടിലിങ്ങനെ പിടിച്ചിങ്ങനെ പതുക്കെങ്ങനെ ആട്ടിക്കൊടുക്കുന്ന സമയത്ത് മഹദി എപ്പോഴും പാടാറുണ്ട്, യാ റബ്ബനാ അബ്ഖി ലനാ മുഹമ്മദാ ഹത്താ റാഹു യാഫിഅൻ വഅംറദാ ثم أراه سيدا مسودا وكبت عاديه معا والحاسدا وأعته عزا يدومه أبدا. റബ്ബേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾക്ക് നീ ബാക്കിയാക്കി തരണേ അല്ലാ, ഞങ്ങൾക്ക് നീ ശേഷിപ്പിച്ചു തരണം. ഹത്താ അറാഹു യാഫിഅൻ വഅംറദാ, കൗമാരപ്രായത്തിലും അതേ യുവത്വത്തിന്റെ പ്രസരിപ്പിലും തങ്ങളെ ഞങ്ങൾക്കൊന്ന് കാണണം. പോരാ, സുമ്മ അറാഹു സയ്യിദൻ മുസവ്വദാ, വലിയ നേതൃ പദവി അലങ്കരിക്കുന്ന ആ ഒരു സന്ദർഭത്തിലും തങ്ങളെ ഞങ്ങൾക്ക് കാണണം. വഖ്ബുത് ആദിഹി മഅൻ വൽ ഹുസ്സദാ, ഹാസിദീങ്ങളെയും ശത്രുക്കളെയും നീ അമ്പേ പരാജയപ്പെടുത്തണം. വഅതിഹി ഇസ്സൻ യദൂമു അബദാ, എക്കാലത്തും നിലനിൽക്കുന്ന ആത്മാഭിമാനം തങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഷൈമാ ബീവി ഇതിങ്ങനെ പ്രാർത്ഥന, ഈ പ്രാർത്ഥനയുടെ വചനങ്ങളാണ് താരാട്ടുപാട്ടായി നടത്തുന്നത്. ഇത് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാര് പറഞ്ഞു, മാ അഹ്സന മാ അജാബല്ലാഹു ബിഹി ദുആഹാ, ആ ഷൈമാ ബീവിന്റെ ദുആക്ക് എത്രമാത്രം വലിയ ഉത്തരമാണ് അല്ലാഹു നൽകിയത്. എക്കാലത്തും നിലനിൽക്കുന്ന ഇസ്സത്ത് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകി. അത് ചെറിയൊരു ആത്മാഭിമാനമല്ല, വലിയ ബഹുമാനമാണ്. ആ ഷൈമാ ബീവിയെയും അതുപോലെ തന്നെ മറ്റു മഹദിമാരെയും ഏറെ സ്നേഹിച്ച് ബഹുമാനിച്ചിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിൽക്കാലത്ത് സഹോദരന്മാരെ, ഒരു വിഷയം കൂടി ഞാൻ അവിടെ പറയട്ടെ. ഉമ്മയോടുകൂടെ താമസിച്ചിരുന്ന ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏകദേശം ഒരു 5 വയസ്സ് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ
6-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ ആമിന ബീവി റളിയല്ലാഹു അൻഹ തങ്ങളെയും കൊണ്ട് മദീനയിലേക്ക് യാത്ര പോവുകയാണ്. അവിടെയാണ് വല്ലിപ്പയുടെ അമ്മാവന്മാരുള്ളത്. ആ അമ്മാവന്മാരുടെ സവിധത്തിലേക്കാണ് പോകുന്നത്. ബനു അദി ഇബ്നു നജ്ജാർ ഗോത്രക്കാര് അവരെ സന്ദർശിക്കാൻ വേണ്ടി തങ്ങളോടൊപ്പം ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. ഉമ്മു ഐമൻ ബീവിയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയും അവിടെ പോയി 1 മാസം താമസിച്ചു. പിന്നീട് ഹിജ്റക്ക് ശേഷം തങ്ങൾ ആ സംഭവങ്ങളൊക്കെ ഓർത്തെടുത്തുകൊണ്ട് പറയാറുണ്ട്. ഓർത്തിട്ട് തങ്ങൾ പറയാറുണ്ട്, ആ വീട്ടിലേക്ക് ഹിജ്റക്ക് ശേഷം നോക്കിയിട്ട് തങ്ങൾ പറയാറുണ്ട്, ഇവിടെയാണ് ഞാനും എൻ്റെ ഉമ്മയും വന്ന് താമസിച്ചത്. ഇവിടെ ഈ പരിസരത്തന്നൊരു കിണറുണ്ടായിരുന്നു, ഒരു വലിയ കുളമുണ്ടായിരുന്നു. ആ കുളത്തിൽ വെച്ചാണ് ഞാൻ നീന്തൽ പഠിച്ചത്. നീന്തൽ പഠിച്ചത് ആ ഒരു സന്ദർഭത്തിലാണ്. ആ സമയത്ത് ചെറിയ പ്രായമേ ആയിട്ടുള്ളൂ. 6-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ആ കുളത്തിന്റെ സമീപത്തേക്ക് നീന്തൽ പഠിക്കാനും കുളിച്ചു വരാനും വേണ്ടി പോയപ്പോ കുറെ യഹൂദികൾ വന്ന് പരിസരത്ത് കൂടെ നിന്നിട്ട് ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അവർ പരസ്പരം പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, ഹുവ നബിയ്യു ഹാദിഹിൽ ഉമ്മാ വഹാദിഹി ദാറു ഹിജ്റതിഹി, ഇത് ഈ ഉമ്മത്തിലേക്ക് വരാനുള്ള നബിയാണ്. ആ നബിക്ക് ഹിജ്റ വരാനുള്ള നാടാണ് ഈ നാട് എന്ന് അവർ പരസ്പരം പറയുന്നത് ഞാൻ കേട്ടു. മറ്റൊരു സന്ദർഭത്തിൽ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, യൂതന്മാരിൽപ്പെട്ട ഒരാൾ വന്ന് നോക്കിയിട്ട് ചോദിക്കുന്നു, മോനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പേരെന്താന്ന് ചോദിച്ചു. തങ്ങൾ പറഞ്ഞു, പേര് അഹ്മദ് എന്നാണ്. എന്നിട്ട് ആ ജൂതൻ എന്റെ മുതുകിന്റെ ഭാഗത്തേക്ക് നോക്കി, എന്റെ കണ്ണിന്റെ 2 ഭാഗത്തേക്ക് നോക്കി, കണ്ണിലേക്ക് നോക്കി. പ്രത്യേക അടയാളങ്ങൾ അല്ലാഹുവൊക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ പറയുന്നു, ഹാദാ നബിയു ഹാദിഹിൽ ഉമ്മാ. ചോദിച്ചു, ആരൊക്കെയുണ്ട് കൂടെ വന്നത്? ഉമ്മ കൂടെ വന്നിട്ടുണ്ട്. ഉപ്പ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലല്ലോ. അതൊക്കെ ഒരു വേദഗ്രന്ഥങ്ങളിൽ നിന്ന് കേട്ട അറിവ് കൊണ്ട് ചോദിക്കാണ്, ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഉമ്മാനോട് പോയിട്ട് പറഞ്ഞു, ഇങ്ങനൊക്കെ പുറത്ത് ഇങ്ങനെ അന്വേഷണങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട്, നമ്മളിവിടെ കൂടുതൽ തങ്ങണ്ട, പെട്ടെന്ന് പോകാന്ന് പറഞ്ഞു. അവിടെ നിന്ന് യാത്ര തിരിച്ചു. മദീനയിൽ നിന്ന് യാത്ര തിരിച്ചു. കുറച്ചിങ്ങോട്ട് വന്ന് അബവായിലെത്തിയപ്പോൾ അവിടെയാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായത്. ആമിന ബീവി റളിയല്ലാഹു അൻഹ വഫാത്തിന്റെ സന്ദർഭത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറിയ പ്രായമാണ്. തങ്ങളതാ 6 വയസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉമ്മ മകനെ വിളിച്ചു, മോനെ തലഭാഗത്തിരുത്തി. ഉമ്മ മോനിലേക്ക് മകന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആമിന ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ബറക ഫീകല്ലാഹു മിൻ ഗുലാമി യബ്നല്ലദീ മിൻ ഹൗമത്തിൽ ഹമാമി നജാ ബിമൗബിഔനിൽ മാലികിൽ അല്ലാമി ഫൗദി ഗദാതല്ലർബി ബിസ്സിഹാമി. മോനെ നിനക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഉമ്മ പറയുകയാണ്, ഫഅൻത മബ്ഊസുൻ ഇലൽ ആനാമി തുബഅസു ഫിൽ ഹല്ലി വഫിൽ ഹറാമി. നീ ജനങ്ങളിലേക്ക് അയക്കപ്പെടുന്ന നേതാവാണ്, നബിയാണ് മോനെ. ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെടാൻ പോകുന്ന നേതാവാണ്. ഹില്ലിലും ഹറമിലും. ഹില്ല് എന്ന് പറഞ്ഞാൽ ഹറമിന്റെ പുറത്തുള്ളതൊക്കെ ഹില്ലാണ്. ഇതൊക്കെ ഹില്ല മൊത്തം, ലോകം മൊത്തം. ഹറമും ഹില്ലും എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലം രണ്ടേ ഇല്ല, എല്ലാം കഴിഞ്ഞു. ഹറമ് അതിന്റെ പുറത്തുള്ളതൊക്കെ ഹില്ലും ഒക്കെ ആയില്ലേ, എല്ലാം ആയി. എല്ലാ നാട്ടിലേക്കും നിയുക്തനാക്കപ്പെടുന്ന നേതാവാണ് നീ. തുബഅസു ഫിത്തഹ്ഖീഖി വൽഇസ്ലാമി ദീനി അബീകൽ ബർരി ഇബ്രാഹീമി ഫല്ലാഹു അൻഹാക അനിൽ അസ്നാമി അല്ലാ തുവാലിഹാ മഅൽ അഖ്വാമി. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദീനിലേക്ക് അല്ലാഹു നിങ്ങളെ നിയോഗിക്കും. അതുകൊണ്ട് മോനെ, വിഗ്രഹാരാധനയിൽ നിന്ന് നിന്നെ ഞാൻ വിലക്കുന്നു. ഒരിക്കലും വിഗ്രഹത്തിന്റെ ആളുകൾ അതിനെ ആരാധിക്കുമ്പോ കൂടെ ചേർന്ന് നിൽക്കരുത്, അവരോട് സഹായങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ കൊടുക്കുന്ന ഉപദേശം, കുല്ലു ഹയ്യിൻ മയ്യിത്തുൻ, എല്ലാ ജീവിച്ചിരിക്കുന്നവരും മരിക്കാനുള്ളവരാണ്. വകുല്ലു ജദീദിൻ ബാൽ,
എല്ലാ പുതുമയുള്ളതും ജീർണിച്ചു പോകാനുള്ളതാണ്. ഇവിടെ ഒന്നും ശേഷിക്കുന്നതല്ലല്ലോ. വകുല്ലു കബീരി യുഫ്നി, എല്ലാ പ്രമുഖന്മാരും കുറച്ചു കാലം കഴിഞ്ഞാൽ അങ്ങ് തീർന്നു പോകും. വാനമൈതത്തുൻ, ഞാൻ മരിക്കുകയാണ്. വദിക്രി ബാഖ്, എന്റെ സ്മരണ ശേഷിക്കും, അത് നിലനിൽക്കുന്നതാണ്. ശുദ്ധിയിലായിട്ടാണ് മോനെ നീ ജനിച്ചത്, ഒന്നും വിഷമിക്കാനില്ല. നല്ല ഉപദേശങ്ങളാണ് ആ കൊടുക്കുന്നത്. ഈ ഉപദേശത്തിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മഹാന്മാര് പറഞ്ഞതുപോലെ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ വാക്ക് വ്യക്തമായും നമുക്ക് അറിയിച്ചു തരുന്നൊരു അറിയിപ്പ്. ആമിന ബീവി റളിയല്ലാഹു അൻഹ മുവഹിദത്താണ്, തൗഹീദിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന മഹദിയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദീന് പരിചയപ്പെടുത്തിയത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗം പറഞ്ഞത് വിഗ്രഹാരാധനയും അതിനോടുള്ള സംരക്ഷണയും സഹായവും ഒന്നും ചെയ്യരുത് എന്ന് വിലക്കിയത്. ഇതിനേക്കാളും തൗഹീദ് വേറെ വലുതെന്താ വേണ്ടത്? സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും അവരെ കുഫ്ർ കൊണ്ട് ആരോപിക്കുന്ന പറയുന്ന ആളുകളുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അത്തരത്തിലുള്ള മുസ്ലിം നാമധാരികളുടെ എല്ലാ ഷർറിനെ തൊട്ടും അല്ലാഹു കാക്കട്ടെ. ആ വിശ്വാസം ദുർവിശ്വാസമാണ്, ഒരിക്കലും ഇസ്ലാമികമല്ല. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദീനെയാണ് അവസാനം പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ആമിന ബീവി റളിയല്ലാഹു അൻഹാ. ആ ദീനിലേക്കാണ് മോനെ നിന്നെ അല്ലാഹു തആല നിയോഗനാക്കുന്നത്. അതുകൊണ്ട് മോനൊന്നും പേടിക്കണ്ട, നല്ല ധൈര്യത്തോടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കണം. ഒരിക്കലും വിഗ്രഹാരാധന ചെയ്യരുത്. അവരോടൊപ്പം കൂടിയിട്ട്, ആ ജനങ്ങളോടൊപ്പം കൂടിയിട്ട് അതിന് സഹായമായി നിൽക്കരുത്. അങ്ങനെ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് അവിടെ വെച്ച് ആമിന ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുമ്പോൾ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞങ്ങൾ അതിന്റെ പരിസരത്ത് നിന്ന് ജിന്നുകൾ അനുശോചിക്കുന്ന അനുശോചന കാവ്യം ഞങ്ങൾ കേട്ടു. കുറേ ജിന്നുകൾ ഒരുമിച്ച് കൂടി പാടുന്നുണ്ട്. തബ്കിൽ ഫതാത്തുൽ ബർറത്തുൽ ആമീന ദാത്തുൽ ജമാലിൽ ഇഫ്ഫത്തുർ റസീന സൗജത്തു അബ്ദില്ലാഹി വൽ ഖാരീന ഉമ്മു നബിയില്ലാഹി ദിസ്സകീന وصاحب المنبر بالمدينة صارت لذا حفرتها رهينا لا تبقي ضعانا ولا ضعينا إلا أتت وقاطعت واتينا أما دللتي أيها الحزين عن الذي ذو العرش علي دينا. അവരെ അനുശോചന കാവ്യത്തിലും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വവും ഉമ്മയുടെയും ഉപ്പയുടെയും മഹത്വങ്ങളും എണ്ണി എണ്ണി പറയുന്നുണ്ട്. ഞാൻ അതിനാണ് ആ വരി പാടിയത്. ഇതൊക്കെ വിശദീകരിച്ച് ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ബാപ്പയുടെയും ഉമ്മയുടെയും തൗഹീദ് സ്ഥാപിക്കുന്നുണ്ട്. ഇരിക്കട്ടെ, അതാണ് യാഥാർത്ഥ്യവും, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ട മേഖലയും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6-ാം വയസ്സിൽ പ്രായത്തിലെത്തിയപ്പോൾ ഉമ്മ വഫാത്താവുകയാണ്. പിന്നീട് നേരെ തങ്ങൾ അവിടുന്ന് മക്കയിലേക്ക് തിരിക്കുകയാണ്. അബ്ദുൽ മുത്തലിബിന്റെ കൂടെ അവിടുന്ന് ജീവിക്കുകയാണ്. ആ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബിനോടൊപ്പം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് 2 വർഷക്കാലം ജീവിച്ചു, 8-ാമത്തെ വയസ്സ് വരെ. അതിനിടക്ക് ധാരാളം രാജാക്കന്മാരും പുരോഹിതന്മാരും അബ്ദുൽ മുത്തലിബിന്റെ സവിധത്തിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ ഈ കുട്ടിയുടെ ഉപ്പ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലല്ലോ, നിങ്ങൾ ഈ കുട്ടിയുടെ പിതാമഹനല്ലേ, ഈ കുട്ടിയെ കണ്ടിട്ട് ഈ കുട്ടി ഈ സമൂഹത്തിലേക്ക് വരാനുള്ള നേതാവാണ്, നബിയാണ് എന്നുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ അറിയിച്ചത് കാണാം. ധാരാളം ആളുകൾ അങ്ങനെ സന്തോഷ വാർത്തകൾ അറിയിച്ചിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബ് ആ വിഷയങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പയെയും ഉമ്മയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല
തങ്ങളോടുള്ള ആദരവിന് വേണ്ടി പിന്നീട് ഹയാത്താക്കി കൊടുത്തു. എന്നിട്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ഷഹാദത്ത് ഉച്ചരിച്ചു. അത് അള്ളാഹുവിന്റെ ഹബീബിന് അള്ളാഹു നൽകിയൊരു പ്രത്യേക ഫളിലാണ്. നേരത്തെ അവർ തൗഹീദിലാണ്, എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിൽ ഉൾപ്പെടുക എന്നൊരു സന്തോഷത്തിന് വേണ്ടി തങ്ങൾക്കുള്ളൊരു ബഹുമാനം എന്ന നിലക്ക് അള്ളാഹു അങ്ങനെ നൽകിയതാണ്. സത്യത്തിൽ സഹോദരങ്ങളെ, ആ ഒരു സംഭവത്തെപ്പറ്റി വിമർശനം ഉന്നയിക്കുന്ന ആളുകൾ പലതും പറയാറുണ്ട്. പക്ഷേ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ആ സംഭവം ശരിയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറയുന്നത്, ഐഖന്തു അന്ന അബൻ നബി വ ഉമ്മഹു അഹ്യാഹുമർ റബ്ബുൽ കരീമുൽ ബാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും അല്ലാഹു തആല പിന്നീട് ഹയാത്താക്കി. ഹത്താ ലഹു ഷഹീദാ ബിസ്ദിഖി റിസാലത്തിൻ സൽമിൻ ഫതിൽക കറാമത്തുൽ മുഖ്താരി. അങ്ങനെ രണ്ടുപേരും, ബാപ്പയും ഉമ്മയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത് സാക്ഷ്യപ്പെടുത്തി. തങ്ങളോടുള്ള ഒരു പ്രത്യേക ആദരവ് കൊണ്ട് അല്ലാഹു തആല അങ്ങനെ ചെയ്തു. നേരത്തെ അവർ തൗഹീദിലല്ലാത്തത് കൊണ്ടല്ല, നേരത്തെ അവർ തൗഹീദിലാണ്. ഉമ്മയുടെ ഖബർ അബവായിലാണ് എന്നും അല്ല, അത് മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിലാണ് എന്നും രണ്ട് അഭിപ്രായങ്ങൾ കാണാം. ചില പണ്ഡിതന്മാർ ഇത് ഏകോപിപ്പിച്ചുകൊണ്ട് ആദ്യം അബവായിലായിരുന്നു, പിന്നീട് അവിടെ നിന്ന് അത് എടുത്തു മാറ്റി മക്കയിലേക്ക് കൊണ്ടുപോയി അവിടെ മറവ് ചെയ്തു എന്നും ഒരുമിച്ച് കൂട്ടി പറഞ്ഞതായി കാണാൻ പറ്റും ചരിത്രത്തിൽ. ആദ്യം അവിടെയാണ് മറവ് ചെയ്തത്, പിന്നീട് അങ്ങോട്ട് നീക്കം ചെയ്തു. അങ്ങനെ ആ രണ്ട് അഭിപ്രായങ്ങളെയും ഏകോപിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഹയാത്താക്കി എന്നതിനെ കുറിച്ച് പറയുന്ന ഹദീസിനെ സംബന്ധിച്ച് ചില ആളുകളൊക്കെ പറയുന്നത് ദുർബലമാണ്, ലഈഫാണ്, തെളിവിന് പറ്റൂല എന്നൊക്കെ പറയും. അപ്പൊ അതിനെപ്പറ്റി ഇബ്നു ഹജർ നിങ്ങൾ പറയുന്നു, ഹാദൽ ഹദീസു വമൻ യഖൂലു ബിളുഫിഹി ഫഹുവ ലഈഫു അനിൽ ഹഖീഖത്തി ആരി. ആ ഹദീസ് ദുർബലമാണ് എന്ന് പറയുന്ന ആളാണ് ലഈഫ്. അവന് യാഥാർത്ഥ്യം തിരിയാത്ത ആളാണ്. അത് ദുർബലമാണെന്ന് പറയേണ്ടതില്ല. സ്വഹീഹായ പരമ്പരകളെ കൊണ്ടും സനദ് കൊണ്ടും സ്ഥിരപ്പെട്ട വിഷയമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാക്കും ഉമ്മാക്കും അല്ലാഹു തആല വലിയ പരിശുദ്ധി നൽകിയിട്ടുണ്ട്. തങ്ങളെ പലപ്പോഴും പറയുന്നൊരു വാക്കും കൂടി അതിന് ആധാരമാണ്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യവും തങ്ങൾ പറയാറുണ്ട്, ലം അസൽ അൻഖുലു മിനൽ അസ്ലമിൻ അസ്ലാബി ത്വാഹിരീന ഇലാ അർഹാമി ത്വാഹിറാത്ത്. വിശുദ്ധരായ പിതാക്കളിൽ നിന്ന്, അവരുടെ മുതുകുകളിൽ നിന്ന് വിശുദ്ധരായ മാതാക്കളുടെ ഗർഭങ്ങളിലേക്കാണ് എന്റെ നൂറിനെ അല്ലാഹു തആല ഇങ്ങനെ കൈമാറ്റം ചെയ്തിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനും നമ്മോടത് പഠിപ്പിക്കുന്നുണ്ട്. വതഖല്ലുബക ഫിസ്സാജിദീൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞൊരു വാക്കാണത്, അല്ലദീ യറാക ഹീന തഖൂം. തങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു തങ്ങളെ കാണുന്നുണ്ട്, നോക്കുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല തങ്ങളെ അല്ലാഹു തആല വാച്ച് ചെയ്തത്, വതഖല്ലുബക ഫിസ്സാജിദീൻ. മുവഹിദുകളിലായി, ഏകദൈവ വിശ്വാസികളിലായി തങ്ങളിങ്ങനെ മറിഞ്ഞ് 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 വന്നപ്പോൾ തങ്ങളുടെ ആ വരവും അല്ലാഹു തആല ഒരു പ്രത്യേകം നോക്കിയിട്ടുണ്ട്. വിശുദ്ധിയുള്ളവരല്ലാത്ത ഒരാളിലൂടെയും തങ്ങളെ നൂറ് കടന്നു വന്നിട്ടില്ല. എല്ലാ ഉപ്പമാരും ഉമ്മമാരും ത്വാഹിരീങ്ങളാണ്, ത്വാഹിറാത്തുകളാണ്. ആ ഒരു ബഹുമാനം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതിനാണ് മുമ്പുള്ള അമ്പിയാക്കളിലൂടെ അല്ലാഹു അങ്ങനെ ഒരു വഴി ഒരുക്കിയത്. ആ അമ്പിയാക്കളൊക്കെ പൂർവികരായ പിതാക്കളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിലൂടെ ശേഷം ആകെ ഒരു നബിയാണ് ലോകത്ത് വന്നത്. അത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതിനിടക്ക് ധാരാളം ഉപ്പാപ്പമാരുണ്ട്. ആ ഉപ്പാപ്പമാര് മുഴുവനും മുവഹിദീങ്ങളാണ്, ഏകദൈവ വിശ്വാസികളാണ്, അള്ളാഹുവിൽ വിശ്വസിച്ച, തൗഹീദിൽ അടിയുറച്ച് വിശ്വസിച്ച വിശ്വാസികളാണ്. പലരും ജീവിച്ചിരുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദീനിലാണ്, മില്ലത്തിലാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വലിയ ബഹുമാനം ഉണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബ്ദുൽ മുത്തലിബിന്റെ കൂടെ ജീവിക്കുമ്പോൾ ഉണ്ടായ പല സംഭവങ്ങളും ഉണ്ട്. ഒരു സംഭവം മാത്രം മുദ്രിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമ്മൾ കേൾക്കാത്തൊരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ കൂടെ ജീവിക്കുമ്പോൾ തങ്ങൾക്ക്
ചെങ്കണ്ണ് രോഗം വന്നു. ചെങ്കണ്ണ് രോഗം വന്നപ്പോ പല ആളുകളും പല ചികിത്സകരെയും പറഞ്ഞു കൊടുത്തു. അവിടെ കൊണ്ടുപോയാൽ മതി, ഇവിടെ കൊണ്ടുപോയാൽ മതി, അതുകൊണ്ടൊക്കെ നല്ല മാറ്റം കിട്ടും, പെട്ടെന്ന് മാറിപ്പോകും. അത് കേട്ടപ്പോ ഏതായാലും രോഗം മാറണം എന്ന് വിചാരിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോയി. തങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോയ ആ ചികിത്സകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വരാതെ വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ കഴിയുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബ് വിളിച്ചപ്പോ അദ്ദേഹം ആദ്യം വിളി കേട്ടിട്ടുണ്ടെങ്കിലും ഇറങ്ങി വന്നില്ല. രണ്ടാമത് വീണ്ടും വിളിച്ചപ്പോ അദ്ദേഹം ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ വിളിക്ക് ഞാൻ ഉത്തരം തന്നിട്ടില്ലെങ്കിൽ, ഈ കുട്ടി കൂടെ വന്നിട്ട് ഞാൻ ഉത്തരം തന്നിട്ടില്ലെങ്കിൽ എൻ്റെ ഈ മേൽക്കൂര മൊത്തം എൻ്റെ ശരീരത്തിൽ പൊളിഞ്ഞു വീണ് ഞാൻ നശിക്കും എന്ന് ഞാൻ പേടിച്ചുപോയി. അതുകൊണ്ടാണ് ഞാൻ വേഗം വന്നത്. എന്നിട്ട് ചോദിച്ചു, എന്തിനാ ഞങ്ങൾ വന്നത്? ഒന്നിനുമല്ല, ഈ കുട്ടിക്ക് ചെറിയൊരു ചെങ്കണ്ണ് രോഗമുണ്ട്, അതൊന്ന് ചികിത്സിക്കാൻ വേണ്ടി എല്ലാവരും നിങ്ങളെ അടുത്തേക്ക് വിടാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി എങ്ങനെ നോക്കുന്നു, ആ വലിയ പണ്ഡിതൻ, ആ റാഹിബ പുരോഹിതൻ ഈ കുട്ടി എങ്ങനെ നോക്കുന്നു. കണ്ണീർ ചികിത്സിക്കുന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നോക്കുന്നു. എന്നിട്ട് അബ്ദുൽ മുത്തലിബിലേക്കും നോക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിലേക്കും നോക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ പറഞ്ഞു, എനിക്ക് ചികിത്സിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ എന്തേന്ന് ചോദിച്ചപ്പോ ഉള്ളിൽ പോയി ഒരു കത്ത് ഇങ്ങനെ എടുത്തു കൊണ്ടുവന്നു. ആ കത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഹുവ വല്ലാഹി ഖാതമുൻ നബിയീൻ, ഇത് അവസാനം വരുന്ന നബിയാണല്ലോ. എന്റെ പക്കലുള്ള എഴുത്തിൽ പറയുന്ന അടയാളങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, അബ്ദുൽ മുത്തലിബേ, ഇന്ന ദവാഅഹു മഅഹു, ഈ കുട്ടിയുടെ ചെങ്കണ്ണ് രോഗത്തിനുള്ള മരുന്ന് ഈ കുട്ടിയുടെ കൂടെ തന്നെയുണ്ട്, പുറത്തൊന്നും പോയി ചികിത്സിക്കേണ്ടതില്ല. ഖുദ് മിൻ ദീഖിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾ ഉമിനീരെടുത്തോളൂ. എന്നിട്ട് വലഅഹു അലാ ഐനൈ, കണ്ണിന്റെ മേലെ ഒന്ന് പുരട്ടി കൊടുത്തോളൂ, പെട്ടെന്ന് മാറിക്കിട്ടുന്നതാ, പുറത്തു കൊണ്ടുപോയി ചികിത്സിക്കേണ്ടതില്ല. അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമിനീരെടുത്തു. തങ്ങളെ കണ്ണിൽ ഇങ്ങനെ പുരട്ടിക്കൊടുത്തപ്പോഴേക്ക് ഉടനെ തന്നെ ആ ടൈമിൽ തന്നെ സുഖം വന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരത്തിന്റെ ബഹുമാനം, പ്രത്യേകത കുട്ടിക്കാലത്ത് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള സംഭവങ്ങളിൽ സ്ഥിരപ്പെട്ട് കിടക്കുകയാണ്. ആ ഭാഗങ്ങൾ ധാരാളം പഠിക്കാനും പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ അറിയാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കണം, ധാരാളം പഠിക്കണം. ഓരോന്നും പഠിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ കൂടുതൽ, തങ്ങളിലേക്ക് നമ്മൾ അങ്ങനെ അടുക്കണം. സ്വലാത്തുല്ലിറ്റും മഹബത്തിലൂടെയും അറിവാണ് ഒരു വ്യക്തിയിലേക്ക് നമ്മൾ അടുപ്പിക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരിക്കലും ബന്ധം വിടാത്ത ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇല്ല നിങ്ങൾ പറഞ്ഞാലുണ്ട്. എന്താണ് അവരോട് ബന്ധങ്ങൾക്ക് ഒരു നിലക്കും വിടാതിരിക്കാൻ പറ്റുന്നത്? അവരെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. ഏറ്റവും വലിയ തിരിച്ചറിവ് നമുക്ക് വേണ്ടത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയാണ്. തങ്ങളുടെ നടപടിയും സ്വഭാവവും സ്വീകരിക്കുന്നതിലൂടെ, വ്യക്തിത്വം മനസ്സിലാക്കുന്നതിലൂടെ, വ്യക്തിപ്രഭാവം കൂടുതൽ കൂടുതൽ ഉൾക്കൊള്ളുന്നതിലൂടെ മനസ്സിൽ മായാതെ മറയാതെ തങ്ങളെ സൂക്ഷിച്ച് നമ്മുടെ ജീവിതത്തിലും സ്വഭാവത്തിലും ചലനത്തിലും നിശ്ചലനത്തിലുമൊക്കെ അവിടുത്തെ അനുധാവനം ചെയ്ത് അവിടുത്തെ മദ്ഹിലായി നമ്മുടെ നാവിനെയും ഖൽബിനെയും ലയിപ്പിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ അടുക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടുത്തെ അവദാനങ്ങൾ കൂടുതൽ പറയണം, പഠിക്കണം, നന്നായിട്ട് ഒരുപാട് പഠിക്കണം. മുഅ്ജിസാത്തുകൾ പഠിക്കുകയാണെങ്കിൽ തന്നെ ധാരാളം പഠിക്കാനും, പ്രഖ്യാപനങ്ങൾ, പ്രവചനങ്ങൾ, സന്തോഷ വാർത്തകൾ, ഉമ്മത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങിത്തന്ന ഗുണങ്ങൾ, അപ്പോഴല്ലേ നമ്മളെ മഹബത്തിന്റെ
നമ്മളെ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ സൗജന്യമായിട്ട് നമ്മളൊന്ന് ചികിത്സിച്ചിട്ട് ആ ചികിത്സ കൊണ്ട് രോഗമൊന്ന് മാറിയാൽ മരിക്കാൻ കിടക്കുന്ന നേരത്ത് നമ്മൾ അയാളെ മറക്കൂല, മൂപ്പരൊന്ന് വിളിക്കണം കേട്ടോ എന്നറിയും. കാരണം അത്രയും വലിയൊരു ബന്ധാണ്, ഒരു മോശപ്പെട്ട നല്ല ബന്ധാണത്. എന്നാൽ നമുക്ക് വേണ്ടി ഇഹത്തിലും പരത്തിലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേടിത്തന്ന ആ ഗുണങ്ങൾ, ഔദാര്യങ്ങൾ, വിട്ടുവീഴ്ചകൾ, ഒരുപാട് വിട്ടുവീഴ്ചകളുണ്ട്. ഒന്നും രണ്ടൊന്നല്ല, ധാരാളം. മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാർക്കശ്യ നിയമങ്ങളൊക്കെ മാറ്റിയിട്ട് വളരെ എളുപ്പമായ നിയമങ്ങളും സംഹിതകളും തന്ന് നമ്മെ സഹായിച്ചത്, അതൊക്കെ നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് അവിടുത്തെ ഔദാര്യം കൂടുതൽ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവിടുത്തെ നമുക്ക് വേണ്ടിയിട്ട് തങ്ങൾ മാറ്റിവെച്ച ഒന്നാണ്, നമുക്കെല്ലാവർക്കും വേണ്ടി തങ്ങൾ മാറ്റിവെച്ച ഒന്നാണ് അവിടുത്തെ ദുആ. ആ ദുആ തങ്ങൾ ദ്വാരുന്നിട്ടില്ല. എല്ലാ നബിമാർക്കും അള്ളാഹു ഓരോ ദുആ കൊടുത്തു ദുനിയാവിൽ വെച്ച്. ഇന്ന ലികുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാ നബിമാർക്കും ഉത്തരം കിട്ടുന്നൊരു പ്രാർത്ഥന അള്ളാഹു നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം അത് പ്രാർത്ഥിച്ചു, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു. ഭൂമിയിൽ നിന്നെ നിഷേധിക്കുന്ന ഒരാളെയും നീ ബാക്കി വെക്കരുത്. ആ പ്രാർത്ഥനയുടെ അനന്തര ഫലമായിട്ടാണ് ഇവിടെ വലിയ പ്രളയമുണ്ടായത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ പ്രാർത്ഥന നിർവഹിച്ചു പോയി. ലൂത്ത് നബി അലൈഹിസ്സലാം ആ പ്രാർത്ഥന നിർവഹിച്ചു പോയി. തങ്ങൾ പറഞ്ഞു, എന്റെ പ്രാർത്ഥന ഞാൻ രഹസ്യമാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ശഫാഅത്തൽ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കൊക്കെ വേണ്ടി ഒരു പ്രാർത്ഥന തങ്ങൾ സ്വരൂപിച്ചു വെച്ചിരിക്കുകയാണ്. ഇവിടെ അല്ലാഹു തആല അവസരം കൊടുത്തിട്ടും ഉപയോഗിച്ചിട്ടില്ല. എന്തൊരു വലിയ സ്നേഹമാണ് സഹോദരങ്ങളെ. മരിച്ചുപോയ ഉപ്പ ആഖിറത്തിലേക്ക് നമുക്ക് ബാക്കി വെച്ചത് എന്താണ്? ആർക്കെങ്കിലും പറയാനുണ്ടോ? മരണപ്പെട്ടുപോയ ഉമ്മ ആഖിറത്തിലേക്ക് ബാക്കി വെച്ചത് എന്തെങ്കിലും പറയാനുണ്ടോ? മരണപ്പെട്ടുപോയ ഗുരുനാഥന്മാര് ആഖിറത്തിലേക്ക് നമുക്ക് വല്ലതും ബാക്കി വെച്ചത് പറയാനുണ്ടോ? നമുക്കൊക്കെ ആഖിറത്തിൽ സന്തോഷിക്കാൻ, ഏറ്റവും പരിഭ്രമിക്കുന്ന അവസ്ഥയിൽ സന്തോഷം കിട്ടാൻ നമുക്ക് ബാക്കി വെച്ചിരിക്കുന്നു നമ്മുടെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ വല്ലാത്തൊരു പ്രാർത്ഥന, ആ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല. ആ പ്രാർത്ഥനക്കാണെന്ന് ഏറ്റവും വലിയ സ്വീകാര്യത കിട്ടുന്നത്. ആ ശഫാഅത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. അവിടുത്തെ കാണാൻ, അനുഭവിക്കാൻ അല്ലാഹു നമുക്ക് ഏറെ തൗഫീഖ് തരട്ടെ. നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ദുആർക്ക് നാളെയും മറ്റന്നാളൊക്കെ പരിപാടി ഉള്ളതാണ്. ആ പരിപാടികളിലൊക്കെ എല്ലാവരും സംബന്ധിക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ് റബീഉൽ അവ്വൽ മാസമാണ് വരാനിരിക്കുന്നത്. ആ റബീഉൽ അവ്വൽ മാസത്തിൽ ധാരാളം സ്വലാത്ത് ചൊല്ലി, മദ്ഹ് ചൊല്ലി, എല്ലാ ദിവസവും മൗലിദ് ഓതി നമ്മുടെ വീടുകളിൽ കുടുംബങ്ങൾ ഒരുമിച്ചിരുന്ന്, മക്കളും പേരക്കുട്ടികളും എല്ലാവരും ഒരുമിച്ചിരുന്ന് മൗലിദ് ഓതിയിട്ട് വലിയ ബറക്കത്ത്, വലിയ പുണ്യം. അതുകൊണ്ട് നമ്മുടെ വീട്ടിലും നമ്മുടെ ആയുസ്സിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വിഷമങ്ങളൊക്കെ മാറി സന്തോഷാവസ്ഥ വരുന്നതിനും ഒക്കെ വലിയൊരു സബബാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മദ്ഹ്. ആ മദ്ഹ് ധാരാളം ചൊല്ലിയിട്ട് റബീഉൽ അവ്വൽ മാസത്തിൽ ഒരുപാട് മഹാന്മാര് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടതുപോലെ കാണാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതിന് പറ്റുന്നവരാക്കി അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ.